والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, സൂറത്തുൽ ഖുറൈശാണ് അടുത്ത സൂറത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദീ യതഅമഹും മിൻ ജൂ' വഅമനഹും മിൻ ഖൗഫ്. സൂറത്തിന്റെ പേര് ആദ്യത്തെ ആയത്തിൽ അള്ളാഹു വിശേഷിപ്പിച്ച് പറഞ്ഞ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഖുറൈശ് എന്നാണ് സൂറത്തിന് അള്ളാഹു പേരിട്ടിരിക്കുന്നത്. ആശയം പറയേണ്ടതില്ല, അർത്ഥം വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്ന ജനിച്ച ഗോത്രത്തിന്റെ കുടുംബത്തിന്റെ പേരാണ് ഖുറൈശ് എന്ന് നമുക്കറിയാം. ഖുറൈശി ഗോത്രത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമുണ്ടായത്. അപ്പൊ ആ ഗോത്രത്തിന്റെ പേരാണ് ഈ സൂറത്തിന് നൽകിയിരിക്കുന്നത്. ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണിത്. ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, ഹിജറയുടെ അടുത്തല്ല, അതിന് വളരെ മുമ്പ് തന്നെ അവതരിച്ച സൂറത്തുകളിൽ പെട്ടതാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? ലഇലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ, ഈലാഫിഹിം അവർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തു, റിഹ്ലത ശിതാഇ വസ്സൈഫ് ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്രകൾ കൊണ്ട്. അതുകൊണ്ട് ഫൽയഅബ്ദു അവർ ആരാധിക്കട്ടെ റബ്ബ ഹാദൽ ബൈത്ത് ഈ വീടിന്റെ നാഥനെ, അല്ലദീ അവൻ അത്അമഹും അവർക്ക് ആഹാരം നൽകി മിൻ ജൂഇൻ വിശന്നപ്പോൾ, വആമനഹും അവർക്ക് അഭയം നൽകി മിൻ ഖൗഫിൻ ഭയന്നപ്പോൾ. ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ, ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്ര കൊണ്ട് അവർക്ക് ഇണക്കവും പരിചയവും ഉണ്ടാക്കി കൊടുത്തതിനാൽ ഈ വീടിന്റെ നാഥനായ അള്ളാഹുവിനെ അവർ ആരാധിക്കണം. അവൻ അവർക്ക് വിശപ്പിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്തു, അവർക്ക് ഭയന്നപ്പോ നിർഭയത്വം നൽകുകയും ചെയ്തവരാണവൻ. അതാണ് ആയത്തിൽ സൂറത്തിലെ ആശയം. അതാണ്. എന്താണ് ഇപ്പോൾ ഇവിടെ അള്ളാഹു ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സൂറത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ള സൂറത്തുകളിലൂടെ പൊതുവെ എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് യാ അയ്യുഹൻ നാസ് എന്ന അർത്ഥത്തിൽ, ജനങ്ങളെ എന്ന അഭിസംബോധനയിലൂടെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന സന്ദേശവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യവും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പരലോകം, അതുപോലെ ഇസ്ലാമിന്റെ എല്ലാ വിശ്വാസ കാര്യങ്ങളും ഇങ്ങനെ പറയാം. പക്ഷെ അത് ഒരു പ്രത്യേക വിഭാഗത്തിനോട് തിരിഞ്ഞിട്ടല്ല. അള്ളാഹു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിച്ചു, വൻസിർ അശീറത്തക്കൽ അഖറബീൻ, നിന്റെ അടുത്ത കുടുംബക്കാരെ നീ പ്രബോധനം ചെയ്യുക, മുന്നറിയിപ്പ് നൽകുക. അതനുസരിച്ചാണ് അന്ന് സഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് സ്വന്തം കുടുംബക്കാരെ വിളിച്ചു വരുത്തി ഈ കാര്യം പറഞ്ഞത്. അബൂജഹബ് തബ്ബല്ലൊക്കെ പറഞ്ഞ സന്ദർഭം. അതിനുശേഷം പിന്നെ നിരന്തരമായി പ്രബോധനം നടക്കുകയാണ്. അവിടെയൊക്കെ ഇറങ്ങുന്ന ഖുർആന്റെ ആയത്തുകൾ ഓതിയാൽ അത് കേവലം മക്കക്കാർക്ക് മാത്രം പരിമിതമാണെന്നോ ഖുറൈശികൾക്ക് മാത്രം പരിമിതമാണെന്നോ ഒന്നും നമുക്ക് തോന്നൂല. ഇപ്പോഴും ഓതിയാലും അന്നും അങ്ങനെ തന്നെ അവതരിക്കുന്നത്. മക്കക്കാരെ അല്ലെങ്കിൽ ഖുറൈശികളെ എന്ന് വിളിക്കുന്ന സ്വരത്തിൽ ഖുർആന്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടില്ല. കാരണം ഖുർആൻ ഒരു ഖുറൈശികൾക്കും മക്കക്കാരും മാത്രം അഭിസംബോധന ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ തുടർന്ന് വരാം. ഖുറൈശികളാണെങ്കിലോ ആ നാട്ടിലെ എല്ലാം തികഞ്ഞ പൗരപ്രധാനികളായി ജീവിക്കുന്ന ആളുകൾ. അറബികൾക്കിടയിൽ എല്ലാവരും അംഗീകരിച്ചു കൊടുത്ത സ്ഥാനമാനങ്ങൾ അവർക്കുണ്ട്, ഖുറൈശികൾക്കുണ്ട്. അപ്പൊ അള്ളാഹു ഈ ഖുർആനിൽ അവരെ പറ്റി ഒരു സൂറത്ത് ഇറക്കിയില്ലെങ്കിൽ തന്നെ അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അവര് ഖുറൈശികൾ അറബികൾക്കിടയിൽ പരിചിതരാണ്. ഖുറൈശികളെ പറ്റി അവർക്കറിയാം. ആദരവോടെ ബഹുമാനത്തോടെയാണ് ഖുറൈശി ഗോത്രത്തിനെ അവർ കാണാറ്. അപ്പൊ ഖുറൈശികൾ അറബികൾക്കിടയിൽ മഹാന്മാരും മഹത്വമുള്ളവരുമായി ജീവിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന പ്രദേശമല്ല മക്ക, അവിടെ അധികമുള്ളവരും ഇവരാണ്, ഈ ഖുറൈശികളാണ്. ഇവിടെ ആദ്യം പ്രബോധനം നടക്കുമ്പോൾ അവിടെയാണ്. നബി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അധികം പോയില്ലല്ലോ. പ്രബോധനത്തിന് വേണ്ടി മക്കയുടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ കറങ്ങി, പിന്നെ ഒരു ഹിജ്റയുടെ സന്ദർഭത്തിൽ മദീനയിലേക്കും പോയി എന്നതൊഴിച്ചാൽ ബാക്കി ഇങ്ങനെ ഊര് ചുറ്റിയിരുന്നു. സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ ഇന്നത്തെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്.
അങ്ങനെ ഒരു യാത്ര, പ്രബോധനത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറിച്ച് എങ്ങനെയായിരുന്നു പിന്നെ പ്രബോധനം? പ്രധാനമായി താൻ താമസിക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്തുക ചെയ്തിരുന്നത്. പക്ഷെ അവിടെ നബിക്ക് വിവിധ ഗോത്രങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഒരു അവസരം കിട്ടിയിരുന്നു. ഹജ്ജ് ഉള്ളതുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഓരോ കൊല്ലവും ആളുകൾ, അറബി ഗോത്രങ്ങൾ ഇങ്ങനെ വരുമ്പോ അവർ കടന്നു വരുന്ന വഴികളിലൊക്കെ പോയി ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ അള്ളാന്റെ ദൂതനാണ്, നിങ്ങൾ അള്ളാനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എന്റെ പ്രധാന തെളിവ് ഞാൻ പറയുന്ന ഈ വചനങ്ങൾ തന്നെയാണ്, ഇത് ഖുർആനാണ്, എന്റെ വർത്തമാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനം ചെയ്യാൻ നബിക്ക് അവസരം കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം പുറത്തു പോയിട്ടൊരു പ്രബോധനം ഇങ്ങനെ പറഞ്ഞ അങ്ങേ അടുക്കൊന്ന് പോയി ഇങ്ങോട്ടൊന്ന് പോയി അങ്ങനൊന്നില്ല. ഇനി അങ്ങനെ അധികം പോകാൻ അവിടെ വലിയ ജനസമൂഹങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളുമില്ല, ഒരു തായിഫോ അല്ലെങ്കിൽ ചുരുങ്ങിയ സ്ഥലങ്ങളോ ഒഴിച്ചാൽ. പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തുന്ന ആ സ്ഥലത്ത് കാര്യമായ ആൾക്കാരാരാന്ന് വെച്ചാൽ ഖുറൈശികളാണ്. അവ രണ്ട് കാര്യം. ഒന്ന്, ഖുറൈശികൾക്ക് ഈ സൂറത്ത് ഇറങ്ങുന്ന സന്ദർഭത്തിന് മുമ്പ് തന്നെ അറബികൾ അംഗീകരിച്ചു കൊടുത്ത ഒരു മഹത്വമുണ്ട്, ഒരു ആദരവുണ്ട്. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന വിഭാഗം ആരാണ്, പ്രബോധിത വിഭാഗം ആരാന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യമായ ഉത്തരം ഖുറൈശികളാണെന്ന. കാരണം മക്കയിലെ പ്രധാനവാസികൾ താമസിക്കുന്നവർ ഖുറൈശികളാണല്ലോ. പിന്നെ ഒന്ന്, ഈ നബിയും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ. കുടുംബം പറഞ്ഞാൽ, ഗോത്രം പറഞ്ഞാൽ നബിയും ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കുറെ ആയത്തുകളിലൂടെ പൊതുവെ ജനങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന അർത്ഥത്തിൽ പറഞ്ഞു. പക്ഷെ ജനങ്ങൾ കേൾക്കാനുള്ള ഈ ഖുറൈശികൾ തന്നെയാണ് ഇവിടെയുള്ള കാര്യമായിട്ട് കേൾക്കാനുള്ളത്. അതിങ്ങനെ പറഞ്ഞതിന്റെ ഇടയിൽ അള്ളാഹ് എന്ത് ചെയ്തു? ഖുറൈശികളെ പേര് പറഞ്ഞുകൊണ്ട്, ഖുറൈശികളെ മാത്രം വിളിച്ചുകൊണ്ട്, ഖുറൈശികളെ, ലോകത്തിന് ഒരു കൂട്ടരും ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും എന്റെ പ്രവാചകൻ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, നിങ്ങൾ എന്നെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് അവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാഹു സൂറത്തിൽ ചെയ്യുന്നത്. പൊതുവെ പറയുന്നതൊന്നും നിർത്തിയിട്ട് ആയത്തും ചെലവാക്കിയിട്ടില്ല. ഇനിയിപ്പോ വേറൊരു കോട്ടക്കാർക്ക് തോന്നണ്ട, എന്താ ഇപ്പൊ ഖുറൈശികൾക്ക് മാത്രം അത്ര പ്രാധാന്യം കൽപ്പിച്ച അല്ലാഹു ഒരു ഖുർആനിൽ ഇങ്ങനെ കൊടുക്കാൻ ഇല്ല. വെറും വളരെ കുറച്ച് ആയത്തുകളിലൂടെ ആ ഖുറൈശികളെ മാത്രം വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടി? ആ രംഗം സങ്കല്പിച്ചു നോക്കൂ. എടാ, നമ്മളെപ്പറ്റി ഖുർആൻ അറിയിക്കണമെന്നാണല്ലോ അവൻ പറഞ്ഞു. അവന്റെ പടച്ചവൻ, അവൻ പറയുന്ന അല്ലല്ലേ, ആ അല്ല നമ്മളെ ഒറ്റക്ക് വിളിച്ചിട്ട് ഇന്നിപ്പോ അവൻ ഇറങ്ങി ആയത്തതാന്ന് അവൻ പറയുന്നത്. അള്ളാഹു നമ്മളെ മാത്രം വിളിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് അവൻ പറഞ്ഞിരിക്കുന്നു, ഫൽയഅ്ബുദൂ റബ്ബഹാദൽ ബൈത്ത്, ഈ വീടിന്റെ നാഥനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവൻ നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അപ്പോഴാ അല്ല നമ്മളെപ്പറ്റിയൊക്കെ അറിയൂട്ടോ, നമ്മളെപ്പറ്റിയൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരല്ല, നമ്മളുടെ സ്ഥാനമാനങ്ങളെപ്പറ്റിയൊക്കെ അംഗീകരിക്കുന്നവരല്ല, ആ അല്ല നമ്മളെ പ്രത്യേകം വിളിച്ച വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നൊരു സ്ഥാനം അവർക്ക് നൽകിക്കൊണ്ട് തന്നെ, എന്നൊരു ബോധം അവർക്ക് ഉണ്ടാക്കി തീർക്കുക തന്നെ. അതാണ് ഈ സൂറത്തോട് ഉദ്ദേശിക്കുന്നത്. ഒറ്റവാചകം പറഞ്ഞാൽ, പൊതുവെയുള്ള അഭിസംബോധനയിലൂടെ വിശ്വാസികളാവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഖുറൈശികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുന്ന സൂറത്താണിത്. സംശയങ്ങൾ ഉണ്ടാവുക, എന്തുകൊണ്ട് അള്ളാഹു അവരെ മാത്രം വിളിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം, അങ്ങനെ വിളിച്ചതുകൊണ്ട് ഖുറൈശികളെ, അറബികളായ, അന്ന് ജീവിക്കുന്ന അറബികളായ മറ്റു ഗോത്രക്കാർക്ക് ആർക്കും ഒരു വിഷമം തോന്നൂല. എന്താ ഞങ്ങളെ ഗോത്രത്തിനെ വിളിക്കാഞ്ഞ് അള്ളാഹ്. സഹാബിയുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റു ഗോത്രക്കാരായ ആൾക്കാരില്ലേ, ഊൽക്കെന്ന ഞങ്ങളെ കുടുംബത്തെ വിളിക്കാൻ തോന്നില്ല. കാരണം അവരൊക്കെ അംഗീകരിച്ചു കൊടുത്താണ് ഖുറൈശികൾക്ക് ഈ സ്ഥാനം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം കേൾക്കാൻ കാര്യമായിട്ടുള്ളവരും ഖുറൈശികളാ. അതുകൊണ്ടൊക്കെയാണ് അള്ളാഹു അവരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഉപകാരം കിട്ടിയത് എന്താ? ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുന്ന ഒരു മനുഷ്യൻ ഖുറൈശിനെ പറ്റി പഠിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെങ്ങനെ ഖുറൈശ് എന്ന വാക്ക് പഠിക്കാതെ നബിയെ പറ്റി മനസ്സിലാക്കുക? ഖുർആനിൽ ഇങ്ങനെ ഒരു സൂറത്ത് ഇല്ലാതെ സങ്കല്പിക്കൂ. എന്നാൽ തന്നെ ഖുറൈശികളെ പറ്റി നമ്മൾ പഠിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് ആരായിരുന്നു, ഉപ്പാപ്പ ആരായിരുന്നു, കുടുംബം ഏതായിരുന്നു, ഗോത്രം ഏതായിരുന്നു പഠിക്കുമ്പോ ബനു ഹാഷിം കുടുംബമാണ്, ഖുറൈശ് ഗോത്രമാണെന്ന് നമ്മൾ പഠിക്കാൻ നിർബന്ധിതരാണ്. അപ്പൊ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ പഠിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം ഇല്ല. നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പിന്നെന്ത് കിട്ടി? അള്ളാഹു അവസാനമായി ഒരു പ്രവാചകനെ തെരഞ്ഞെടുത്തത് ആ കുടുംബത്തിൽ നിന്നല്ലേ. അന്ത്യപ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തത് അള്ളാഹു ആ കുടുംബത്തിൽ നിന്നാണെങ്കിൽ
അള്ളാന്റെ ഒരു കലാമിൽ ആ കുടുംബത്തിന്റെ പേര് പറഞ്ഞു പോയി എന്നുള്ളത് വലിയൊരു തെറ്റൊന്നുമല്ല. ഞാൻ എന്തിനു പറഞ്ഞാന്നറിയോ, ഒരു വികല ചിന്ത വരാലോ. എത്ര കുടുംബക്കാർ ലോകത്തിന്റെ ഏതെല്ലാം നാട്ടുകാരും രാജ്യക്കാരും ഓലെപ്പറ്റിയൊന്നും പറയാതെ ഒരു ഖുറൈശികളെ പറ്റി മാത്രം ഖുർആനില് ആ ഖുറൈശിപ്പെട്ട ഒരാളെ നല്ല നബിയായി തെരഞ്ഞെടുത്തത് അതൊരു വലിയ മഹത്വമാണ്. ആ മഹത്വം ഖുറൈശി കുടുംബത്തിന് അള്ളാഹു നൽകിയെങ്കിൽ ആ കുടുംബത്തിന്റെ പേര് ഖുർആനിൽ പറയുന്നതിന് വിരോധമൊന്നുമില്ല, വലിയ തെറ്റൊന്നുമില്ല. അതാണ് ഇപ്പൊ അതിന് കിട്ടിയ കാര്യം. ഇനി എന്താണല്ല പറയുന്നത്, അള്ള ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഖുറൈശികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത രണ്ട് മൂന്ന് പ്രധാന അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ എടുത്ത് പ്രത്യേക പോലെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം അവരോട് പറയണം. അപ്പൊ നേർക്ക് നേരെ അള്ള ഖുറൈശികളോട് സംസാരിക്കുന്ന സ്വഭാവത്തിൽ അതേ ഖുറൈശികളെ ഞാൻ ആളങ്ങൾക്ക് ഇന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തെന്ന്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം കേട്ടോ എന്ന് നേർക്ക് നേരെ അവരോട് സംസാരിക്കുന്ന സ്വരത്തിലായി മാറും. എന്താ അള്ള പറയുന്നത്? ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനല്ല. ആലഫ ഈലാഫ് എന്നൊക്കെ പറഞ്ഞാല് ഒരു കാര്യവുമായിട്ടൊരു സംഗതിയുമായിട്ടോ ഒരു വ്യക്തിയുമായിട്ടൊക്കെ ഇണക്കമുണ്ടാക്കി കൊടുക്കുക, പരിചയം ഉണ്ടാക്കി കൊടുക്കുക, അതിനാണ് ഈലാഫ് എന്ന് പറയാം. ഈലാഫ് എന്ന് പറഞ്ഞാല് നല്ല ഇണക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, പരിചയപ്പെടുത്താൻ മനസ്സിലാക്കിക്കോളൂ. പരിചയപ്പെടുത്തി കൊടുക്കുക, ആ ഏർപ്പാട് അല്ലെങ്കിൽ ആ സംഗതി അത് പരിചിതമാക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഈലാഫ് എന്ന് പറഞ്ഞാൽ ആ കാര്യം പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്യാൻ. ഒരു വിഭാഗത്തെയോ ഒരു വ്യക്തിയൊക്കെ ആണെങ്കിലോ ആ വ്യക്തിയായിട്ട് പരിചയം ഉണ്ടാക്കി കൊടുക്കുക, ഇണക്കമുണ്ടാക്കി കൊടുക്കുക, അതിനാണ് ഈലാഫ് എന്ന് പറയുന്നത്. ലി ഈലാഫി ഖുറൈശിൻ, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ, ലി ഈലാഫി ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതുകൊണ്ട് അതൊരു പ്രത്യേക തരം തുടക്കമുള്ളവർ ശ്രദ്ധിച്ചല്ലേ. നമ്മളെ നാട്ടിൽ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കുക, ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് ആ ഗോത്രത്തിന് ഇണക്കമുണ്ടാക്കി കൊടുത്തോണ്ടേ എന്ന് പറയുമ്പോ എന്താ പറയാൻ പോകുന്നത്? ഒരു ഉത്കണ്ഠ ആകാംക്ഷ സ്വാഭാവികമാണ്. അതന്നെ ഖുർആനും ചെയ്യുന്നത്. പിന്നെ സൂറത്തിറങ്ങിയിരിക്കുന്നു, അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയിരിക്കുന്നു. എന്താണ് വഹി? ആ വഹി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ. എന്താ ഇപ്പൊ എന്ന് പറയുന്നത്? എന്താ ഇപ്പൊ നമ്മളെ പറ്റിയാളോ പറയുന്നത്? എന്താ പറയാൻ പോകുന്നത്? ആ തൊട്ട പിന്നാലെ ഈലാഫിയും അവർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തു. എന്തുകൊണ്ട്? രഹിലത്ത യാത്ര കൊണ്ട്. അശിതായി രാശ, പിന്നെ ശൈത്യകാലത്തെ വസൈഫി വേനൽക്കാലത്തെ. ഷിതാവ് സൈഫ് പൊതുവെ എവിടെയൊക്കെ എഴുതി വെച്ചോ കണ്ടിട്ടുണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കാലം ഈ പ്രവൃത്തി സമയം എഴുതി വെക്കുന്നിടത്ത് പലർക്കും കാണും ഷിതാവും സൈഫും രണ്ട് സമയത്തിന് രണ്ട് കാലത്തിന്റെ. തണുപ്പ് കാലമാണ് ഷിതാവ്, സൈഫ് വേനൽക്കാലം. അപ്പോ ഹരീഫിന്റെ അർത്ഥം തന്നെ. അപ്പൊ ശൈത്യകാലത്തും വേനൽക്കാലത്തുമുള്ള രഹില യാത്രയാണ്. അപ്പൊ ആ യാത്രയോട് അല്ലെങ്കിൽ യാത്ര കൊണ്ട് അല്ലെങ്കിൽ ആ യാത്രയിലൂടെ ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ ഈലാഫിയും റീലത്തെ ഷിതായി വസൈഫ്, വേനൽക്കാലത്തെയും ശൈത്യകാലത്തെയും യാത്ര കൊണ്ട് അവർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ. എന്താണ് ഈ യാത്ര? ഖുറൈശികളുടെ ജീവിതമാർഗം പ്രധാനമായി കച്ചവട യാത്രകളായിരുന്നു. അവർ കാര്യമായി വർഷത്തിൽ 2 തവണ കച്ചവട യാത്ര പോകാറുണ്ട്. ഒന്ന് ശൈത്യകാലത്തും ഒന്ന് വേനൽക്കാലത്തും. അത് വർഷത്തിൽ 2 തവണയാവാൻ കാരണം ആ യാത്ര പോയി വരാൻ മാസങ്ങൾ എടുക്കാറുണ്ട്. ഒരു യാത്ര പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാല് പിന്നെ കുറെ സമയം അതിന്റെ വിശ്രമവും അതിനടുത്ത യാത്രക്കുള്ള ഒരുക്കങ്ങളുമായി കഴിഞ്ഞു പോകും. അപ്പൊ കാര്യമായി അവരുടെ ജീവിതത്തിൽ ഒരു പണിയുള്ളത് എന്താന്ന് ചോദിച്ചാൽ അതാണ്. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോ നേരം എടുത്ത ഇപ്പോഴത്തെ ചുറ്റുപാട് പറയാ. നമ്മളെ നാട്ടിലാണെങ്കിലും എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ സ്കൂളിൽ പോവും, അല്ലെങ്കിൽ മദ്രസയിൽ പോവും. ബാക്കിയുള്ളവരൊക്കെ ഒന്നുകിൽ കൃഷിപ്പണിക്ക് പോവും, കച്ചവടത്തിന് പോവും, മറ്റെന്തെങ്കിലും ജോലികൾക്ക് പോവും. ഈ ഒരു ചിത്രം മക്കയിലില്ലല്ലോ. മക്കയിൽ അവർക്ക് എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല. ഒരു കൃഷിപ്പണി അത് മക്കയിലില്ല. വളരെ ചുരുങ്ങിയ ദൂരത്തിലാണ് ഈത്തപ്പനന്റെ കൃഷിയുള്ളത്. അതൊരു കൃഷി എന്ന് പറയാനില്ല, കാരണം അതങ്ങനെ ഉണ്ടായിക്കോളും. അതിന് കാര്യമായിട്ട് വലിയ പണിയൊന്നും ഒരു ചെയ്തു കൊടുക്കേണ്ടതില്ല. അതാണ് സത്യം. അതങ്ങനെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ അതിന് പരാഗം നടത്തേണ്ട കാലത്ത് തൈബീർ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. പൂക്കുന്ന കാലത്ത് അതാണ് ഇപ്പോൾ കാര്യമായിട്ട് പണിയുള്ളത്. അത് തന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യേണ്ടതിന് ഇഷ്ടംപോലെ അടിമകൾ ഓരോരുത്തുണ്ടായിരുന്നു ആ പണിയൊക്കെ ചെയ്യാൻ. പിന്നെ ഇപ്പൊ നാട്ടിൽ പണി ഉണ്ടായാലും കച്ചവടം, പീടി, അങ്ങനത്തെ ബജാറും അങ്ങാടിയൊക്കെയാണ്. ആ ഒരു ഏർപ്പാടിന്റെ മക്കയിലില്ലല്ലോ ആ കാലത്ത്. ഒരങ്ങാടിക്ക് ഇറങ്ങി ഞങ്ങള് ബസ് പോയി അത് കണ്ട് അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഏർപ്പാടേ ഇല്ല, ഒരങ്ങാടില്ല. പിന്നെ ഇപ്പൊ എന്താ നാട്ടിലെ മനുഷ്യന്മാർക്ക് പണി ഉണ്ടായാലും ഇതൊക്കെ അല്ലാതെ. പിന്നെ ഇപ്പൊ രാഷ്ട്രീയ വർത്താനം പറയേണ്ടില്ല, അങ്ങനെ അച്ചുപൊളി ഉണ്ടാക്കണം, അത് പ്രശ്നമില്ലല്ലോ.
പിന്നെ ഇപ്പൊ എന്താണ് ആ നാട്ടിലെ മനുഷ്യന്മാർക്ക് നേരം പോകാനുള്ള പണി? പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാരും നേരം വെളുത്തിറങ്ങും. ഇറങ്ങിയിട്ട് എല്ലാരും കൂടി രാവിലെ കള്ള് മോന്തണമുണ്ടാവും. കാര്യമായിട്ട് അതാണ് മോന്തല്. അതുപോലെ പേരൊക്കെ ഉണ്ടോരോ അതൊക്കെ കുടിക്കും. എന്നിട്ട് കാര്യമായിട്ട് അവരെല്ലാരും കൂടി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാരും കൂടി ക്യാബിന്റെ ചുറ്റോട്ടൊന്നും മുന്നേ ഒത്തിരിക്കും. അത് ചെറുപ്പക്കാരെ കോലത്തിലും വന്നിരിക്കും, വലിയ മനുഷ്യന്മാരൊക്കെ ഓരോ കോലത്തിലും വന്നിരിക്കും. എന്നിട്ട് പിന്നെ കുറെ വർത്താനൊക്കെ പറയും, അമ്പത്തരൊക്കെ പറയും. അതിലിടക്ക് തമ്മിൽ തെറ്റും തല്ലൂടൊക്കെ ചെയ്തെന്ന് വരും. തല്ലൂടാ പോലും പുറത്തു പോകും. ഹറമൊന്നും തല്ലൂടില്ല അത്ര തന്നെ. ആണെല്ലാം കൂടി കാണും. എന്നിട്ട് പിന്നെ ഉച്ച വരെ അങ്ങനെല്ലാം കൂടി തട്ടിമുട്ടിക്കഴിഞ്ഞ് ഉച്ചന്റെ ശേഷം ഒരു പോയിട്ട് കിടന്നുറങ്ങും. കൈലൂലത്ത് ഇറങ്ങും. ഉച്ചന്റെ ശേഷം സുഖമായിട്ട് ഉറങ്ങും. വൈകുന്നേരം എഴുന്നേറ്റ് വരും. ചിലപ്പോ ഇവന്റെ മക്കയെ കൂടി ഒക്കെ ഒന്ന് പോകും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തൊക്കെ കള്ളുചാപ്പുണ്ട് ഇഷ്ടം പോലെ. അവിടെ ഒക്കെ ഒന്ന് പോകും. വൃത്തികെട്ട കുറെ പെണ്ണുങ്ങളും അങ്ങനെല്ലാം കൂടി ആയിട്ടാണ് കഴിഞ്ഞു പോകും. ഇതാണൊരു ശരാശരി അറബിയുടെ ജീവിതം. ഇത്രയേ ഉള്ളൂ. ജൂതന്മാർ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു. ജൂതന്മാർ ഒരു അന്ത്യപ്രവാചകൻ വരുന്ന വിവരത്തെക്കുറിച്ച് തൗറാത്തിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ട് മക്കയുടെ സമീപ പ്രദേശങ്ങളിൽ, മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വഴികളിലെ ഓരങ്ങളിൽ ഈ കള്ള് ഷാപ്പുകൾ, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ഷാപ്പുകളും തുടങ്ങി. ഷാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ അർത്ഥം മനസ്സിലാവുമല്ലോ. ആ ഒരു ചിത്രം അത്രയേ ഉള്ളൂ. ഓലയും മറച്ചിട്ട് അങ്ങനത്തെ ഒരു ഏർപ്പാട് ഇരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുടിക്കലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ലായിരുന്നു. കുടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് പോയി കുടിക്കും, ഇത്ര തന്നെ. അതിലിടക്ക് ഹജ്ജിന്റെ കാലഘട്ടം സീസൺ ആവുമ്പോഴേക്ക് ഓൾക്ക് അതിനു വേണ്ടിയുള്ള ഒരുക്കാവും. അതിപ്പോ അതിനു വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരുക്കാണ്. എന്ന് വെച്ചാൽ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ സ്വന്തം ഉത്തരവാദിത്ത വെള്ളം കൊടുക്കണം. ഈ വരുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ അന്നും ഉണ്ടല്ലോ, അവർക്ക് വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും വേണം. പിന്നെ അവർക്ക് കാര്യമായുള്ള പണി എന്ന് വെച്ചാൽ അവിടെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഇതാണ് വർഷത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വിശ്രമവും ബാക്കി ഏർപ്പാടുകളും. അതിന്റെ ഇടയിൽ ഒരു തമ്മിൽ യുദ്ധങ്ങൾ നടക്കും. ഹറമിന്റെ പുറത്ത് വെച്ച് ഗോത്രങ്ങളൊക്കെ ഇട്ട് ആ യുദ്ധങ്ങൾക്ക് വേണ്ടി ആയുധം മൂർച്ച കൂട്ടണം, ആയുധങ്ങൾ ഒരുക്കണം. ഇതൊക്കെയാണ് ജീവിതം. ഈ ജീവിതത്തിനിടയിൽ അവർക്ക് നടന്നിരുന്ന ജീവിത ഉപാധി, മനുഷ്യത്തിനുള്ള മാർഗം, ആഹാരം ലഭിക്കാൻ അവർ കണ്ടെത്തിയിരുന്ന മാർഗം കച്ചവട യാത്രകളായിരുന്നു. കച്ചവട യാത്ര 2 യാത്രകളാണ് ഉണ്ടാവാറ്. ശൈത്യകാലത്തേക്ക് അവർ ഇങ്ങോട്ടാണ് യാത്ര പോയത്, തെക്കോട്ട് യമനിന്റെ ഭാഗത്തേക്ക്. യമൻ പണ്ട് മുതലേ കാർഷിക രാജ്യമാണ്. പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ കാർഷിക വിളവുകളും വളരെ പുരോഗതിയുള്ള രാജ്യമായിട്ടാണ് യമൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് ആഹാര സാധനങ്ങൾ കിട്ടാൻ വേണ്ടി മക്കയിൽ നിന്ന് അവർ യമനിലേക്ക് ഇങ്ങോട്ട് തെക്കോട്ട് യാത്ര പോരും. അത് ശൈത്യകാലത്താ യാത്ര പോരാ. പിന്നെ തൊട്ടപ്പുറത്തുള്ളത് സിറിയയാണ്, ഷാമാണ് അവർ പോകാറുള്ള സ്ഥലം. അവിടേക്ക് അവർ കച്ചവടത്തിന് യാത്ര പോകാറ് വേനൽക്കാലത്താണ്. അത് സൗദി അറേബ്യയുടെ വടക്ക് വശവുമാണ്. അപ്പൊ രേലത്തെ ഷിതായി ശൈത്യകാലത്തെ യാത്ര എന്ന് ഖുർആൻ ഇവിടെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യമനിലേക്കുള്ള യാത്രയാണ്. യമൻ മക്കയുടെ തെക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പൊ ആ തെക്ക് വശത്തേക്ക് പോകുന്ന യമനിന്റെ ഭാഗത്തേക്കുള്ള കച്ചവട യാത്ര ശൈത്യകാലത്ത്. പിന്നെ വടക്ക് വശത്ത് സിറിയയിലേക്ക് ഉഷ്ണകാലത്തുള്ള യാത്ര. അതെന്താ ഈ കാലം തിരിച്ച് യാത്രയാക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ തണുപ്പ് കാലത്ത് ഉഷ്ണകാലത്ത് തെക്കോട്ട് യാത്രയിൽ പ്രയാസകരമാണ്. സഹനീയമായ തണുപ്പ് കാരണം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ശൈത്യകാലത്ത് വടക്കോട്ടും യാത്ര ചെയ്യാൻ പറ്റില്ല. ആ നിലക്കാണ് അവിടുത്തെ ചുറ്റുപാട്. അതുകൊണ്ടാണ് കാലം തിരിച്ചിരുന്നത്. അപ്പൊ ഖുർആനിൽ പറയുന്ന ശൈത്യകാലത്തെ യാത്ര, വേനൽക്കാലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത്, ശൈത്യകാലത്ത് മക്കാ മുശ്രിക്കുകൾ, മക്കയിലെ ആളുകൾ യാത്ര പോയിരുന്നത്, കച്ചവട യാത്ര പോയിരുന്നത് യമനിലേക്കായിരുന്നു, തെക്ക് വശത്തേക്ക്. വേനൽക്കാലത്ത് അവർ യാത്ര പോയിരുന്നത് സിറിയയിലേക്കുമായിരുന്നു. എന്തേറ്റ് അവർ കച്ചവടം ചെയ്യുക? അവരടുത്തെന്താ സാധനം ഉള്ളത് വിൽക്കാന്? കച്ചവടത്തിന് പോകുമ്പോൾ ഒരു സാധനമായിട്ട് പോകണല്ലോ. മക്കയിൽ ഉൽപാദനമൊന്നുമില്ല, കൃഷിയൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ വ്യവസായം അങ്ങനൊന്നും പറയാനില്ലല്ലോ. പിന്നെന്താ ഉള്ളത്? എന്തായിരുന്നു അവരുടെ കച്ചവട യാത്രയുടെ ഹാലെന്താ? അവർക്കുള്ള ഗുണം ഹജ്ജാണ്. പണ്ട് കാലഘട്ടം മുതൽക്ക് തന്നെ മക്ക ഒരു വാണിജ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ കൂടി അലങ്കരിച്ചിരുന്നല്ലോ. കാരണം ഹജ്ജിന് പോകുമ്പോൾ ആൾക്കാർ വെറുതെ കയ്യും വീതും ഒരു നാട്ടിൽ നിന്നും പോകാറില്ല. എല്ലാ നാട്ടുകാരും അതാത് നാട്ടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ് പോവാം. നമ്മളെ നാട്ടിൽ നിന്ന് ചൂടിന്റെ സാധനങ്ങൾ, കള്ളിത്തുണികള്, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ചേലം, കുരുമുളക്, ചുക്ക്, കണ്ണിക്കണ്ട സാധനങ്ങൾ, ഇതൊക്കെ പെറുക്കിയിട്ടാണ് നമ്മളെ ആൾക്കാർ മുമ്പ് ഹജ്ജിന് പോവാറ്. അതിപ്പോ ഹജ്ജിന് പോകുമ്പം മരിച്ചു പോണ മാതിരി യാത്ര പറഞ്ഞിട്ടാണല്ലോ പോകാറ്. കണ്ടക്കി കണ്ടുന്നാൾ അന്നത്തെ ഗതി. അപ്പൊ ആ പോക്ക് പോകും. ഇങ്ങനെ നാനാഭാഗത്തിലെ നാട്ടുകാർ അവരെ നാട്ടിലുള്ള സാധനങ്ങളായിട്ടാണ് വരിക. നമ്മളിതൊക്കെ കൊണ്ടേ വിറ്റിട്ട് നമുക്ക് ആവശ്യം സ്വർണ്ണമായിരുന്നു അന്നും. അങ്ങനെയൊക്കെയാണല്ലോ ചരിത്രത്തിൽ കാണുന്നത്. നമ്മൾ കാര്യമായിട്ട് അന്നും കൊണ്ടുവന്നിരുന്നത് സ്വർണ്ണമാണ്.
അങ്ങനെ സ്വർണ്ണം, അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തിരിച്ചു പോരും. അങ്ങനെ ഓരോ നാട്ടുകാരും അവരെ സാധനങ്ങൾ അവിടെ കൊണ്ടേ കൊടുക്കും. എല്ലാം വാങ്ങിച്ചു വരില്ല, ആവശ്യമുള്ള ചിലതൊക്കെ വാങ്ങിച്ചു വരും. ചുരുക്കി പറഞ്ഞാൽ ഹജ്ജ് അവസാനിക്കും എന്താണെന്ന് ചോദിച്ചാൽ ഹജ്ജിന് വേണ്ടി വരുന്ന ആളുകള് കൊണ്ടുവന്ന് കൊടുത്ത സാധനങ്ങളായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇവരുടെ കയ്യിൽ ബാക്കി വരാറുണ്ടായിരുന്നു. വേറൊരു കാരണം കൂടില്ല. ആളുകൾ, വ്യക്തികളൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ സ്വന്തം ആവശ്യത്തിന് സാധനം കൊണ്ടുവരാറാണെങ്കിൽ പതിവെങ്കിൽ പ്രദേശങ്ങളിൽ രാജാക്കന്മാരുടെ ഒക്കെ സമ്മാനങ്ങൾ കൊണ്ടുവരാറുണ്ട്. കാരണം എന്താ അറിയോ, ഖുറൈശികൾ എന്ത് കുരുത്തക്കേട് പറഞ്ഞിരുന്നാലും അവർ ഒരു മാന്യത കാണിച്ചിരുന്നല്ലോ. ആ വരുന്ന ഹാജിമാർക്കൊക്കെ ഉള്ള ഭക്ഷണവും വെള്ളമൊക്കെ അവർ വെറുതെ കൊടുക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കിയിരുന്നല്ലോ. അതിനുള്ള സംവിധാനം അവർ കണ്ടിരുന്നു. അതിനുള്ള പാർപ്പിട സൗകര്യങ്ങളൊക്കെ ഞങ്ങളുടെ പണിയാണത്, ഞങ്ങൾ ചെയ്തോളാന്നാ. അപ്പൊ ഇത്ര വലിയൊരു ത്യാഗം അവർ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ എന്ത് ചെയ്തു, ഇവർക്ക് സമ്മാനങ്ങളും കാഴ്ചകളും കൊണ്ടുകൊടുക്കാറുണ്ട്. ഒന്നും വിലക്കല്ല. ഇതാ ആരാണ് അന്നത്തെ ഖുറൈശി നേതാവ് വെച്ചാൽ അയാളെ കണ്ടിട്ട് ഓരോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും ഇത് ഞങ്ങൾ അവിടെ തന്നെ നേതാവ് മൂപ്പൻ തന്നതാ അല്ലെങ്കിൽ രാജാവ് തന്നതാ എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കാണിക്ക വെക്കും, അവരുടെ മുന്നിൽ കാഴ്ച വെക്കും. അത് ചിലപ്പോ ഖുറൈശി നേതാവിന് മാത്രമല്ല ഉപനേതാക്കൾക്കും ഒക്കെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സാധനങ്ങൾ പലതും അവിടെ ഒരുമിച്ച് കൂടും. ഇതെല്ലാം കൂടി ഇവർക്ക് ആവശ്യമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പിന്നെ യാത്ര പുറപ്പെടുന്നത്. പിന്നെ വാള്, അതുപോലെ ചില സാധനങ്ങള്, തോലുകൊണ്ടുണ്ടാക്കുന്ന ചില സാധനങ്ങൾ, ഇതുപോലുള്ള ചിലതൊക്കെ അവര് ഉണ്ടാക്കാൻ കൽപ്പിച്ചവരുമായിരുന്നു എന്നാണ് ചിത്രം മനസ്സിലാകുന്നത്. അതുപോലെ വസ്ത്രങ്ങളിൽ ചിലതൊക്കെ അവരുണ്ടാക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയായിട്ടാണ് അവര് പിന്നെ ശൈത്യകാലത്ത് യമനിലേക്ക് യാത്ര പോവുക. ആ യാത്ര പോയിട്ട് അവർക്ക് ഇവിടുന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ വിൽക്കും. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും ബാക്കിയൊക്കെ അവർ വാങ്ങും. പോരാത്തതിന് സിറിയയിൽ കൊണ്ട് വിറ്റാൽ വില കിട്ടുന്ന കുറെ സാധനങ്ങൾ അവിടുന്ന് യമനിൽ നിന്ന് വാങ്ങും ചെയ്യും. കുറെ സാധനം വിൽക്കാൻ പറ്റുന്ന കുറെ ചരക്കുകൾ അവിടുന്ന് വാങ്ങും. അത് വെച്ചവർ മക്കയിൽ വന്ന് തന്നു. എന്നിട്ട് യാത്ര അവിടെ എത്തി വിശ്രമിച്ചതിന് ശേഷം പിന്നീട് 2-3 മാസങ്ങൾ കഴിഞ്ഞ് അവർ യാത്ര പോകുമ്പോ യമനിൽ നിന്ന് വാങ്ങിച്ച കുറെ സാധനങ്ങൾ അവർ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടേ കൊടുക്കും, സിറിയയെ കൊണ്ടേ കൊടുക്കും. അപ്പൊ അവിടുന്ന് കുറെ സാധനങ്ങൾ അവിടെ വിറ്റ് ആ ലാഭം കിട്ടും. സിറിയ നൂല് പോരുമ്പം യമന് കൊണ്ടേ കൊടുത്താൽ വില കിട്ടുന്ന കുറെ സാധനങ്ങൾ അവിടുന്ന് വാങ്ങി കൈ പിടിക്കും. ഇതായിരുന്നു ഏർപ്പാട്. ലോകത്തിന് നാനാഭാഗത്ത് വരെ സാധനങ്ങൾ മക്കയിലെത്തുക, അത് ഏറ്റി രണ്ടാലൊരു സ്ഥലത്ത് പോവുക, പോണോടത്തുനിന്ന് മറ്റോടത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളും വാങ്ങുക. ഇങ്ങനെ കറങ്ങിയായിരുന്നു ഒരു ഏർപ്പാട്. അപ്പൊ ഇത് അള്ളാഹുത്താൽ അവർക്ക് ചെയ്തു കൊടുത്തൊരു വലിയ അനുഗ്രഹവും ഇതുകൊണ്ടാണ് അവരുടെ ജീവിതം നിലനിൽക്കുകയും ചെയ്തിരുന്നത്. അതാണ് അള്ളാഹു ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ യാത്ര പരിചയപ്പെടുത്തി തരികയും ഈ യാത്ര നിങ്ങൾക്ക് ഇണക്കമുള്ളതാക്കി തീർക്കുകയും ചെയ്തത് എന്റെ അനുഗ്രഹമാണ്. ഇണക്കം ഉണ്ടാക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായല്ലേ? ഈ യാത്ര ഇണക്കമുണ്ടാക്കി, യാത്രയോട് ഇണക്കമുണ്ടാക്കി. ഒന്ന് സങ്കല്പിക്കൂ, ഒരറബി യുവാവിന്, ചെറുപ്പക്കാരന് ആ യാത്ര ഒരിക്കലും മുഷ്പാവില്ല. ഈ പോണക്കൊല്ലം അവന് പോണെന്ന് പറഞ്ഞാൽ, വാപ്പ പറഞ്ഞാല്, നേതാവ് പറഞ്ഞാല് അവർ പോകാൻ സന്നദ്ധരാ. അതിന് സന്നദ്ധരല്ല അവരെങ്കിലോ മക്കയിൽ ജീവിതമില്ല. അപ്പൊ മാനസികമായിപ്പോ നമുക്കിപ്പം ഗൾഫിക്ക് വരാന്ന് പറഞ്ഞാൽ മാനസികമായ ഒരു വിഷമല്ലല്ലോ. നമ്മളൊരു ശ്രീലങ്കയിൽ പോകണമെന്ന് പറഞ്ഞു നോക്കിപ്പോ എല്ലാം തരപ്പോ ശ്രീലങ്കയിൽ പോലും പറഞ്ഞാൽ പോകും. നമ്മളാരെങ്കിലും കയറിട്ട് വലിച്ചാ പോവില്ല. മുമ്പ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ബർമയ്ക്ക് പോകേണ്ടിയിരുന്നു. ഇപ്പൊ ആരെങ്കിലും ബർമയ്ക്ക് പോവില്ല. നമുക്കിപ്പോ മാനസികമായി ഇണക്കമുള്ളത് ഗൾഫ് നാടുകളിലേക്കാ. അതും തന്നെ ഇണക്കമായതെങ്ങനെ ആദ്യം ഉണ്ടോ? ഇല്ല. കുറെ സാഹസികന്മാർ അതൊരു മെനക്കെട്ടപ്പോ ബാക്കിയുള്ളവർക്ക് ഇണക്കമായി തീർന്നു. അതുകൊണ്ടാണ് സ്വന്തക്കാരെ വിട്ടു വന്നിക്കൊരു പ്രശ്നമില്ലാതായി തീർന്നത്. മാനസികമായി നമ്മളതിന് ഇണങ്ങിയതുകൊണ്ടാ. ഇണങ്ങാത്തവന് വരാനും കഴിയില്ലല്ലോ. അപ്പൊ അതൊരു മാനസികമായ ഒരു അവസ്ഥ മാറ്റാണത്. അത് ഖുറൈശികൾക്ക് അതാണ്. നമുക്ക് ഓർമ്മല്ലേ, അബ്ദുല്ലാന്റെ നറുക്ക് വീണ കഥ ഞാൻ പറഞ്ഞല്ലോ. അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുല്ലാക്ക് നറുക്ക് വീണു. ഈ കൊല്ലം പിന്നെ കച്ചവട യാത്രയായിട്ട് പോകേണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് സിറിയയിലേക്കുള്ള യാത്ര. അബ്ദുള്ള ഒരു മടിയില്ല, ഞാനോ പോകണ്ട, ഞാൻ പോണോ, അല്ല എന്താ, ഞാൻ അപ്പൊ അത് അടുത്ത് കല്യാണം കഴിച്ചിട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഖുറൈശി ചെറുപ്പക്കാരനെ പോകണം, അതാണ് വിധി, എനിക്കത് കണക്കാണ് പരിചയമാണ് പോവാ. രസകരായിരുന്നു അവരുടെ യാത്ര. എന്താണത്? അത് ഒരാളും രണ്ടാളില്ല, കാഫിലകൾ എന്നല്ലേ പറയാറ്. വലിയ യാത്രാ സംഘങ്ങൾ, ഒരുപാട് ഒട്ടകങ്ങളും ഒരുപാട് സാധനങ്ങളും പിന്നെ പാട്ടുപാടാനുള്ള ആളുകളും അടിമകളും എല്ലാം കൂടി ആ ആയുധങ്ങളും വഴിയിലൊക്കെ വെച്ച് വല്ലതും ആയുധങ്ങളും എല്ലാം കൂടിയായിട്ട് ഒരു വലിയ ഉത്സവമാണ്. അതെല്ലാരും കൂടി യാത്രയാക്കലും അങ്ങനെ തന്നെയാണ്. ഇനി ഒരു പക്ഷേ കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഈ മിക്കവാറും മക്കയിലുള്ള എല്ലാ ആൾക്കാരുടെ സാധനങ്ങളും ഉണ്ടാവും മുക്കാൻ കൊണ്ടുപോകാൻ, ഒക്കെ ഏൽപ്പിക്കല. അത് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കൂടി ഉത്സവത്തോടു കൂടിയാണ് യാത്രയാക്കല്. അതാണല്ലോ വരുമ്പോഴും അങ്ങനെ തന്നെ ഉത്സവത്തോടെയാണ് അവർ വരവ് സ്വീകരിക്കലൊക്കെ. അതുകൊണ്ട് വരും ഒരു വലിയ ആഹ്ലാദമാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം മക്കയിലുണ്ടായിരുന്നു.
അപ്പൊ ആ യാത്ര അവരുടെ ജീവിതത്തിന്റെ പ്രധാന ഒരു കാരണതാണ് ജീവിതത്തിന്റെ. അതാണ് ഖുർആൻ എടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു യാത്ര പരിചിതമാക്കി ശീലമാക്കി തന്നത് ഞാനല്ലേ, നിങ്ങളുടെ ജീവിതം നിലനിൽക്കുന്നതിലല്ലേ, അതിന്റെ പേരിൽ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ആ കച്ചവട യാത്ര എത്രത്തോളം ബന്ധപ്പെട്ടാന്ന് അറിയണോ? അന്ന് നബി മദീനയിൽ ഖുത്ബ പറഞ്ഞു കൊടുക്കുകയായിരുന്നല്ലോ ഒരു വെള്ളിയാഴ്ച ഖുത്ബ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് എവിടേക്കോ പോയൊരു യാത്രാസംഘം തിരിച്ചുവന്നപ്പോ സകല മനുഷ്യന്മാർ ഇറങ്ങി പള്ളിക്കൊന്ന് ഓടി. സഹാബികള് സംഭവിച്ചല്ലോ, എല്ലാരും ഇറങ്ങി ഓടി. 11 ആളൊരു പെണ്ണും 12 ആളാകെ പള്ളിയിൽ ബാക്കിയായത്. അല്ലാത്ത സകല സഹാബികളും മദീനത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടി പുറത്തേക്ക് ഓടി. കാരണം ഇപ്പൊ ബാക്കിയുള്ളവർ കുറെ മാസങ്ങളായിട്ട് കാണാനില്ലാത്ത ആൾക്കാരും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണേ. അപ്പൊ ആർക്കും പള്ളിയിൽ ഇരിക്കുന്ന പൂജയിൽ എല്ലാവരും ഓടി. ഖുർആൻ ആയത്തിറങ്ങിയല്ലോ. പിന്നെ തുടങ്ങും. ഞാൻ മറക്കും. തിജാറത്തൻ അവിടെ വൈകുന്നേരം തിജാറത്തൻ അവലഹുവൻ ഇൻഫല്ലുയില്ല, വല്ല കച്ചവടമോ വല്ല വിനോദങ്ങളോ കണ്ടാൽ എവിടെ കൂടിപ്പോവാ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ജുമയുടെ ഭാഗത്ത് അള്ളാഹു ആ ആശയം സൂചിപ്പിച്ചു. ആ കാര്യം എടുത്തു പറഞ്ഞു, ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരിന്നൊക്കെ വിളിച്ചത് ഹദീസിലുള്ളത്, പോവല്ലിന്നൊക്കെ ആര് നിൽക്കണ്, സകല ഓടി. കാരണം അവരുടെ ജീവിതത്തിൽ ആ സന്ദർഭട്ടോ ഹിജ്റക്ക് ശേഷമുള്ള സന്ദർഭത്തിലും അവരുടെ ജീവിതത്തിൽ ബന്ധപ്പെടുന്ന കാര്യം അതാണ്. അത് പറയുമ്പോൾ പിന്നെ വേറൊരു ചിത്രമുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ചിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മരിച്ചിട്ട് ഇതുപോലെ 500 ഒട്ടകങ്ങളോ മറ്റടങ്ങുന്ന ഒരു വലിയ സംഘം, ഒരു കച്ചവട സംഘം, അദ്ദേഹത്തിന്റെ സ്വന്തം, അതാണ് മുപ്പര സ്വന്തം സാധനങ്ങള് അതായിട്ടുള്ള ഒരു കച്ചവട സംഘം മദീനയിൽ എത്തുന്നുണ്ട് സന്ദർഭത്തിൽ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഏതാണ്ട് കാലഘട്ടത്തിലാണെന്നാണ് ഓർമ്മ. അപ്പൊ ഇങ്ങനെ അവരിരുന്നിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബിയുള്ള കാലത്തൊക്കെ നമ്മൾ വല്ലാതെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടവരൊക്കെയാണല്ലോ എന്നൊരു സംസാരത്തിന് സൂചന വന്നപ്പോൾ അബ്ദുറഹ്മാനിന് പറഞ്ഞത്, എന്നാൽ ഈ 500 ഒട്ടകവും അതിൽ കിടക്കുന്ന സകല സാധനം ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ വിട്ടുതന്നു. എനിക്കതിന് ലാഭം വേണ്ട, സാധനം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഖലീഫ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വിട്ടുകൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്തുന്നും. അതാണ് ലോകത്തിൽ ചില പ്രദേശങ്ങളിലേക്ക് സൈന്യത്തെ അയക്കാനും ബാക്കിയുള്ള അവസരം തിടുങ്ങിക്കായിരുന്നു ഖലീഫ. അതിന് മുഴുവൻ ഉപയോഗപ്പെടുത്തിയത് ഈ അബ്ദുറഹ്മാൻ നൗഫ് നടന്ന ഒരു വ്യക്തിയുടെ ഈ ഒന്നായിട്ട് കൊടുത്ത് 500 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ് അതിന് എടുക്കാനുള്ള സാധനം എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് വിട്ടുകൊടുക്കുക ചെയ്ത്. അവിടെ ഉണ്ടായ വികാരം എന്താണെന്ന് ചോദിച്ചാല്, ഈ ഖലീഫയുടെ സംസാരം കേട്ടപ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതം ആ കാലഘട്ടം ഓർമ്മ വരിക ചെയ്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ നൗഫിനോട് പറയാനുള്ളൊരു വാചകമുണ്ട്. അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിനെ അറിയുന്നു വെക്കുന്നു, കാരണം ഇസ്ലാമിന് വേണ്ടി ഇത്രയധികം സാമ്പത്തികമായ സഹായം ചെയ്ത് വേറെ സഹാബി ഉണ്ടാവില്ല. കോടീശ്വരനാണ്, കൊടുക്കുന്നതിന്റെ ഏറെ അള്ളാഹു കൊടുത്തിണ്, ഇഷ്ടം പോലെ കൊടുത്തൊരു മനുഷ്യൻ. ഇത്രയധികം വലിയ സമ്പന്നൻ സഹാബികളുടെ കൂട്ടത്തിലില്ല. എന്നിട്ട് കൊടുക്കുന്നിടത്തോളം കൊടുക്കുമ്പോൾ നബി അദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോഴൊക്കെ പറയുന്നൊരു വാചകമുണ്ട്, അബ്ദുറഹ്മാനോ താങ്കൾ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ കുറച്ച് ഞെരുക്കാട്ടോ. നബി ഇതൊന്നും പോരെ, എപ്പ കണ്ടുമുട്ടിയാലും മിക്കപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്ന വാചകം കൊടുക്കാത്ത മനുഷ്യനോടല്ല, കൊടുത്തിട്ട് ഇത് തന്നെ അബ്ദുറഹ്മാൻ നൗഫിന്റെ പണം എത്രയാണ് ഇതിന് ഉപയോഗപ്പെടുത്തി പറഞ്ഞാൽ തരില്ല. എന്നിട്ടും അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇന്നക്കല്ലാത്തതുൽ ജന്ന ഇല്ലാ ഹബുവ, ഹബു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചന്തിട്ട് നിറങ്ങാന്ന്, അങ്ങനെ കുത്തി നിറങ്ങിയിട്ടേ താങ്കൾക്ക് സ്വർഗത്തിലെത്തുള്ളൂ എന്ന് പറയുമ്പോ എന്നാ നബി അത് അള്ളാന്റെ മാർഗത്തിൽ, അപ്പൊ അദ്ദേഹം പറയുന്ന അത് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തു എന്നാണ് മാർഗത്തിൽ. പക്ഷെ അദ്ദേഹത്തിന് അതുകൊണ്ടൊരു നഷ്ടം സംഭവിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് ആ ഓർമ്മ വന്ന, ഇന്നോട് അത് പറയാൻ നബി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ, ഇന്നോട് നബി എപ്പോഴും കാണുമ്പോൾ അത് പറഞ്ഞിരുന്നു. വളരെ കാലം പിന്നീട് ജീവിച്ചിരിക്കുകയും ചെയ്ത മഹാനാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം അങ്ങനെ കൊടുത്തൊരു സംഭവമുണ്ട്. ഞാൻ എന്തിനു പറഞ്ഞാന്നറിയോ, ഇസ്ലാം വന്നതുകൊണ്ട് അവർ ഏർപ്പാട് നിർത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാനാണ്. അവർ പിൽക്കാലത്ത് അത് തുടർന്നിരുന്നു ഈ കച്ചവട യാത്രകൾ എന്ന് മനസ്സിലാക്കാനാണ് അബ്ദുറഹ്മാൻ നൗഫിന് ശേഷമുള്ള സംഭവം പറഞ്ഞത്. അപ്പോ ഈ 2 യാത്രകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനോട് നിങ്ങൾക്ക് ഒരു ഇണക്കവും മാനസികാവസ്ഥ ഉണ്ടാക്കി തന്നത് എന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഫൽയഅ്ബുദു, അവർ ആരാധിക്കണം. അവർ ഖുറൈശികൾ, നേർക്കുനേരെ നിങ്ങൾ ഖുറൈശികൾ എന്ന് പറയാതെ ഖുറൈശികൾക്ക് നാം ഇത് ഉണ്ടാക്കി തന്നതുകൊണ്ട് ഖുറൈശികളായവൻ ആരാ, അവനൊക്കെ ഇത് ആരാധിക്കണം. ആരാധിക്കണം? റബ്ബനാഥനെ. ആരുടെ നാഥനെ? ഹാദൽ ബൈത്തി, ഈ വീടിന്റെ നാഥനെ. നോക്കൂ അള്ളാന്റെ പണി. അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത വേറൊരു മഹത്വമാണല്ലോ ഈ കഅബ. അപ്പൊ ആ ആയത്തിൽ കൊണ്ടേറ്റ് എന്ത് ചെയ്ത് എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാതെ, അതുകൊണ്ട് ഖുറൈശികളായി പിറന്നവനും ഖുറൈശികളായി അഭിമാനിക്കുന്നവനൊക്കെ ഒരു കാര്യം ചെയ്യട്ടെ, ഈ വീടിന്റെ നാഥൻ ആരാധിച്ച അവനെ മാത്രം ആരാധിക്കട്ടെ, അത് എനിക്ക് പറയാനുള്ളൂ. ഈ നബിക്കും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാനല്ല. ഖുറൈശികളെ ഈ നബി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാൻ വന്നൂലുമല്ല. എന്തേ പറയാനുള്ളൂ? നിങ്ങളെ ഈ കഅബല്ലേ, ഹാദൽ ബൈത്ത്, ഈ വീട് കഅബ എല്ലാവർക്കും അർത്ഥറിയും. ഈ കഅബന്റെ നാഥല്ലേ, ആ നാഥനെ മാത്രം ആരാധിക്കണം എന്നുള്ള ലളിതമായൊരു കാര്യം ഇയാൾക്ക് പറയാനുള്ളൂ. ആ വാചകഘടന ഉണ്ടെങ്കിൽ
ഖുറൈശികൾക്ക് നമ്മളിങ്ങനെ ഇണക്കമുണ്ടാക്കി കൊടുത്തുകൊണ്ട് ഖുറൈശികളൊക്കെ ഇങ്ങനെ ആരാധിക്കണം. അതിന്റെ അർത്ഥം എന്താ? ഖുറൈശിയാന്ന് അഭിമാനിച്ച് നടക്കണം ചെയ്യേണ്ടത്, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ തയ്യാറായ എല്ലാത്തിനും എന്ത് ഖുറൈശിയും. അതാണ് ആ സ്വരം. നേർക്ക് നേരെ നിങ്ങൾ എന്ന് പറയാതെ അള്ള ചെയ്തിരിക്കുന്ന വാക്കെന്താ അറിയോ? വലിയ വലിയ ഖുറൈശികളാന്ന് പറഞ്ഞ് അഭിമാനിക്കുന്നവരില്ലേ, ഒരു കാര്യം ചെയ്യൂ, ഈ ഖുറൈശി ഈ നാഥൻ ഈ റബ്ബി ഈ കഅബന്റെ നാഥൻ ആരാധിക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത് എന്നുവെച്ചാ അതിന്റെ ധ്വനി ഖുറൈശികളെ നിങ്ങൾ ഇത് ആലോചിക്കേണ്ടതുണ്ട്. ഹാദൽ ബൈത്ത്, എന്തിനാണ് അള്ളാഹു ഹാദൽ ബൈത്ത് പറഞ്ഞത്? ആ വീടാണല്ലോ സത്യത്തിൽ ഖുറൈശികൾക്ക് മാന്യത ഉണ്ടാക്കി കൊടുത്തത്. ഖുറൈശികൾ കഅബാലയത്തിന്റെ സംരക്ഷകന്മാരാണ് എന്നുള്ളതാണ് അറബികൾക്കിടയിൽ അവർക്കുള്ള സ്ഥാനം തന്നെ. അല്ലെങ്കിൽ ഖുറൈശികൾക്ക് സാധാരണ അറബികളെക്കാൾ ഒരു മഹത്വമില്ലല്ലോ. ഖുറൈശികളെ മറ്റുള്ള അറബികളൊക്കെ ആദരിച്ചു, ബഹുമാനിച്ചു. അബ്ദുൽ മുത്തലിബിന്റെ ഒരു കത്തേറ്റ് വന്നാൽ ആ കത്തിന് വിലണ്ടായിരുന്നു. ഒരു നാട്ടിൽ കൂടി ഒരു ഖുറൈശി കടന്നു പോകുമ്പോൾ ഖുറൈശിയ എന്ന് പറഞ്ഞൊരു വിലണ്ട്. ഖുറൈശികളായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട അതിനൊരു വിലണ്ട്. ഖുറൈശികളായിട്ട് സഖ്യത്തിൽ ഏർപ്പെട്ട അതിനൊരു വിലണ്ട്. ഞാൻ ഖുറൈശികളായിട്ട് സഖ്യത്തിലുള്ളവനാ ഞങ്ങളെ ഗോത്രം എന്ന് പറഞ്ഞാൽ അതിനൊരു വിലണ്ട് നാട്ടില്. ആ നിലയും വിലയൊക്കെ എന്തിട്ട് ബന്ധപ്പെട്ടതാ? കഅബയായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ ഖുറൈശികളെ ഈ കഅബയാണ് കൂട്ടരെ നിങ്ങളെ മഹത്വത്തിന്റെ ആകെയുള്ള ആധാരം. ആ കഅബ ഉണ്ടാക്കിയതും നിർമ്മിച്ചതും ഏകനായ അള്ളാന്റെ നിർദ്ദേശമാണ്. ആ കഅബക്ക് ഒരു നാഥനുള്ളൂ, നിങ്ങൾക്കും അറിയാലോ. ആ ഏകനായ നാഥനങ്ങൾ ആരാധിക്കണം. അവിടെ വേറെ ധ്വനി കൂടി മനസ്സിലാക്കണം. ആ കഅബക്ക് ഒരല്ലേ ഉള്ളൂ എന്ന് ഓർക്കൊക്കെ അറിയായിരുന്നല്ലോ. റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ നാഥൻ ഒന്നാണെന്ന് ആ ഖുറൈശികൾക്കെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ ഈ കഅബയുടെ നാഥനായി നിങ്ങൾ അറിയുന്ന ആ ഏകനായ അള്ളാനെ മാത്രം ആരാധിക്കാന്ന് പറയാൻ കാരണം എന്താണ്? സൂറത്തുൽ ഫീൽ നമുക്ക് ഇനി മേലെ വായിക്കാണ്ട്. അതിൽ അബ്രഹത്തിന്റെ സംഭവം പറയുന്നിടത്ത് അബ്രഹത്തിന് യുദ്ധത്തിന് വരുമ്പോ അബ്ദുൽ മുത്തലിബിന്റെ കുറെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുന്നുണ്ട് വഴിയിൽ വെച്ചിട്ട്. അവസാനം ഇയാൾ കഅബ പൊളിക്കാൻ വരാന്നൊക്കെ അബ്ദുൽ മുത്തലിബിന് അറിയാം. അവസാനം അബ്ദുൽ മുത്തലിബിന്റെ കുറെ ഒട്ടകങ്ങളെയും പിടിച്ചു കൊണ്ടുപോയിട്ട് അബ്രഹത്ത് ആളെ പറഞ്ഞേക്കുന്നുണ്ട് മക്കയിലേക്ക്. ആളെ മൂപ്പനാരാച്ച വരാൻ പറയുന്ന പറഞ്ഞിട്ട്. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ പിടിച്ചു കൊണ്ടുവന്ന് അബ്രഹത്തിനരികിൽ നിന്ന് സംസാരിക്കുമ്പോ അബ്രഹത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്കൊരു കാര്യം പറയണ്ട എന്നോട്. എന്റെ കുറെ 100 ഒട്ടകം വഴിയിൽ അവിടെ മേയണ ഈ പിടിച്ച് കെട്ടിട്ട് എന്ന് പറയുന്നുണ്ട്, അതിനങ്ങോട്ട് വിട്ടുതരണം, അത് പറയാണ്ട ഒരു കാര്യം എനിക്കുണ്ട്. അതിൽ അബ്രഹത്ത് പരിഹസിച്ചോട് ചോദിക്കുന്നുണ്ട്, എന്ത് മനുഷ്യനാങ്ങള്, നിങ്ങൾ ആദരിക്കുന്ന പൂജിക്കുന്ന ബഹുമാനിക്കുന്ന നിങ്ങളെ കഅബ പൊളിക്കാനാണ് ഞാൻ വരുന്നത് നിങ്ങൾക്കറിയാം. എന്നിട്ട് ആ കഅബ പൊളിക്കാൻ വരുന്ന എന്നോട് ആ കഅബ പൊളിക്കരുത് ആ ജാതി ഒരു കാര്യവും പറയാതെ നിങ്ങളെ 100 ഒട്ടകത്തിനെ പറ്റി ചോദിക്കാൻ മനുഷ്യൻ എന്ത് വർത്താനായി പറഞ്ഞത്? നിങ്ങൾക്ക് അന്നേരം നിങ്ങൾ ഒട്ടകത്തിന്റെ കാര്യം പറയാനുള്ളൂ എന്ന് പുച്ഛിച്ചുകൊണ്ട് അബ്രഹത്ത് ചോദിച്ചപ്പോ അബ്ദുൽ മുത്തലിബിന്റെ ഒരു വാക്കുണ്ടല്ലോ, അന റബ്ബുൽ ഇബിൽ വലിൽ ബൈത്തി റബ്ബുൻ യഹ്മീഹിന, ഞാന് ഈ ഒട്ടകങ്ങളുടെ രക്ഷകർത്താവാണ് ഞാൻ, എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട അവകാശമുള്ളൂ. ആ വീടില്ലേ അതിന് വേറൊരു റബ്ബുണ്ട്, അത് ഓൻ കാത്തോളും, ഞാൻ ശ്രദ്ധിക്കേണ്ടയില്ല എന്നാ അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വർത്താനം. ഒട്ടകത്തിന്റെ കാര്യം പറയാനാ ഞാൻ വന്നത്, കാരണം ഒട്ടകത്തിന്റെ രക്ഷകർത്താവ് ഞാൻ, അതിന്റെതാ. ആ വീടില്ലേ ആ വീടിന്റെ രക്ഷകർത്താവ് ഞങ്ങളും എല്ലാവരും വേറൊരു റബ്ബുണ്ട്, അത് അയാൾ നോക്കിക്കോളും, ഞങ്ങളെന്തിനാ അതിന് ബേജാറാണ്. ഇത് ആരമാക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ മുശ്രിക്ക് എന്നല്ലേ നമ്മൾ പറയുന്നുള്ളൂ. ആ മുശ്രിക്കായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ നാവെന്ന് വീഴുന്ന വാക്കാത്. അതിനർത്ഥം എന്താ? റബ്ബ് ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ നാഥൻ ഒന്നാണ് എന്നൊരു ബോധം അവർക്കുണ്ട്. അതാണല്ലോ അബ്ദുൽ മുത്തലിബ് നമ്മൾ മാറിക്കൊടുക്കുക. കഅബ നമ്മളതേറ്റ് നമ്മളെന്തിനാ വെറുതെ നിൽക്കണ? അബ്രഹത്ത് വന്ന് പൊളിക്കുകയാണെങ്കിൽ പൊളിക്കട്ടെ, എന്താ ചെയ്യട്ടെ, അള്ള തീരുമാനിക്കട്ടെ, എല്ലാവരും ഒഴിഞ്ഞു കൊടുത്താളി അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാണല്ലോ. എന്നിട്ട് ആരെങ്കിലും പറഞ്ഞ അത് പറ്റൂല അബ്ദുൽ മുത്തലിബെ, നമ്മൾ ആരെങ്കിലും ഒരാളെങ്കിലും ഇവിടെ നിന്ന് കല്ലെടുത്തെങ്കിലും എറിയാം, പക്കക്കാരൊക്കെ അംഗീകരിച്ച് സംഗതി അത് ശരിയാ. ആ സാധനം നോക്കാൻ ഒരുത്തണ്ട്, അതോ നോക്കിക്കോളും, നമ്മൾ ആരുമില്ല അതിന്റെ ആള്, നോക്കൊക്കെ അറിയരുന്നേ. അതാണല്ലോ ഒരു കഅബ പൊളിക്കണ നേരത്തെ ഒരു ഇങ്ങനെ പേടിച്ചു നിന്നിരുന്നത്. കഅബന്റെ നന്നാക്കണ നേരത്തെ അതിന്റെ ഉള്ളിൽ നബിന്റെ 25-ാം വയസ്സിന്റെ സംഭവം ഓർമ്മണ്ടല്ലോ. ആ വിഗ്രഹങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ നേരത്തെ അവർക്ക് വലിയ ബേജാറൊന്നുമില്ല. ഇനി അതൊക്കെ രസമായി ചിരിച്ചുകൊണ്ട് വല്ല ഉള്ളിലെ വിഗ്രഹമൊക്കെ എടുത്ത് ഓരോ ഭാഗത്തേക്ക് മാറ്റി. എല്ലാവരും വിഗ്രഹം ഒരു തമാശയിൽ തന്നെ എല്ലാവരും വളരെ ഭവ്യതയോടെ എടുത്തിട്ട് ഓരോ വിഗ്രഹം എടുത്ത് പുറത്തുകൊണ്ട് വെച്ച് ഇനി കഅബ പൊളിക്കണം, കാരണം കേട് നിന്ന് നന്നാക്കണം. ആർക്കും ധൈര്യമില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ചുറ്റോട്ടം ഇങ്ങനെ നടക്കരുന്നുണ്ട്. ആരാ തൊടുക, തൊട്ടവർക്ക് എന്തെങ്കിലും വരും. കാരണം ബിംബങ്ങൾ ഓലെ പടച്ചോമാരായിട്ട് കളിക്കാൻ അവർക്ക് ഒരു പേടിയില്ല. അതൊക്കെ ഓരോരുത്തർ 2 ആള് തൊക്കിലൊക്കെ പിടിച്ച് അവിടെ ഇവിടെ കൊണ്ടുവച്ചു, അവർക്ക് പ്രശ്നമില്ല. ഇതിമ്പോ തൊട്ടാൽ വേറൊരുത്തണ്ടോ എന്തെങ്കിലും കാട്ടുന്നുള്ള പേടിയായിട്ട് ഇങ്ങനെ നടക്കരുത്. അവരുന്നാ എത്ര നേരാന്നറിയ അവരിതാക്കിയത്. പല ധീരന്മാരാണ് എല്ലാവരും. പക്ഷെ ഒരൊറ്റ കുട്ടിക്ക് കഅബന്റെ ഒരു കല്ല് തൊടാൻ ധൈര്യമില്ലായിരുന്ന. എന്താ?
അപ്പോൾ ഈ വിഗ്രഹങ്ങളല്ല പേടിച്ചത്. വിഗ്രഹങ്ങളെ പേടിച്ചെങ്കിൽ അതിനെടുത്തോണ്ട് ഓൽക്കുണ്ടോ ബേജാറ്? ആ ഒരു ഇതിനപ്പുറത്ത് വേറെ പടച്ചുകൊണ്ടെന്ന് ശരിക്കും വിശ്വസിച്ചുകൊണ്ടവർക്ക് അനങ്ങാൻ പേടിയത്. അവസാനമാണ് വലിയതാണെന്ന് അവന്റെ ഓർമ്മ. അയാൾ പതുക്കെ പോയിട്ട് പിന്നെ തൊട്ടിട്ട് ഇങ്ങനെ നോക്കിക്കോ, എന്തേ പറ്റിയോ ഒന്നും പറ്റിയില്ല. എന്നാ നമ്മൾ പതുക്കെ തൂക്കുക. എത്ര പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കുന്ന ഒരേ സമയത്ത് ഞങ്ങൾ ഒന്ന് തെറ്റൊന്നും വിചാരിച്ചിട്ടല്ലേ, ഒന്നുമല്ലേ, നല്ല പൈസ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളൂ, കുരുത്തം കെട്ട ഒരു പൈസ ഇതിലില്ല പടച്ചവനെ എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ റബ്ബ് ഹാദൽ ബൈത്ത് വേറൊന്നുണ്ടെന്ന് ശരിക്കും മക്കാർക്ക് അറിയരുന്ന്. അത് പഠിപ്പിക്കാനല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞയച്ചതെന്നർത്ഥം. അത് ഓൽക്ക് അറിയാമായിരുന്നു ശരിക്ക്. അതുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത് നിങ്ങൾക്കും അറിയാവുന്ന പോലെ ഈ കഅബന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുക. അത് പറഞ്ഞ് അവസാനിപ്പിക്കുക ചെയ്ത് അള്ളാഹ് അല്ല. അപ്പൊ അത് മനസ്സിലായല്ലോ, ഖുറൈശികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് ഈ യാത്രകൾക്ക് അവർ പരിചിതമാക്കി കൊടുത്തു എന്ന്. അത് ആദ്യം എടുത്ത് പറഞ്ഞിട്ട് അള്ളാഹ് അവരോട് പറയുന്നു, അതിന്റെ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ എന്നെ ആരാധിക്കണം. എന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണമായ ഈ കഅബന്റെ നാഥനെ, ഈ കഅബന്റെ നാഥൻ ഒന്നാണെന്ന് നിങ്ങൾക്കും അറിയാലോ, ആ നാഥനെ മാത്രം ആരാധിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് എന്റെ നബി നിങ്ങളോട് പറയുന്നത്. ഈ കാര്യം ലോകത്തേറെ മനസ്സിലാകുന്നത് ഖുറൈശികളെ നിങ്ങൾക്കാണ്. ഈ നബി വന്നതിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടവരും വിശ്വസിക്കേണ്ടവരും നിങ്ങളാണ്. നിങ്ങളെങ്കിലും ഇത് എതിർക്കാതെ വെക്കണം. ഇത് എതിർക്കണതിന് മുമ്പതിരിപ്പ് നിങ്ങളാണത്. സത്യത്തിൽ ഇത് എതിർക്കാനുള്ള ഒരു അർഹത നിങ്ങൾക്കില്ല. കാരണം ഇതൊക്കെ ശരിക്കും അറിയുന്നവർ നിങ്ങളല്ലേ കൂട്ടരെ, നിങ്ങളല്ലേ അംഗീകരിക്കേണ്ടത്. അതിപ്പോ ഞങ്ങളെ മാത്രം വിളിച്ച് പറയാഞ്ഞിട്ട് നിങ്ങൾക്ക് വെറുതെ വേണ്ട, ഞങ്ങളെ തന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞേക്കാം. അതാണ് പ്രത്യേക ഓലെപ്പറ്റി വിളിച്ചിട്ട് പല്ലിയബുദു ഖുറൈശികളായവരൊക്കെ ആരാധിച്ചോട്ടെ എന്നാണ്. അങ്ങോട്ട് നിങ്ങളൊക്കെ അങ്ങനെ വേണമെങ്കിൽ അത്ര വരെ ചെയ്തു കൊള്ളാം. സമൂഹത്തിനെ നന്നാക്കലും പരിവർത്തനപ്പെടുത്തലാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഓരോ നരകത്തിലല്ലോ. എന്നിട്ട് അവസാനിപ്പിച്ചോ. അവസാനത്തെ ആയത്തിൽ അള്ളാഹ് ചെയ്തു കൊടുത്ത രണ്ട് അനുഗ്രഹങ്ങൾ കൂടി പറയുന്നു. അല്ലതി അള്ളാഹു അത്യാമഹും ഭക്ഷണം നൽകി, അത്യാമ താമ നൽകി, ആഹാരം നൽകി, മിൻ ജോയിൻ വിശപ്പിൽ നിന്ന്, ജോയ് വിശപ്പ്, മിൻ ജോയിൻ വിശപ്പിൽ നിന്ന്, വിശന്നപ്പോ ആഹാരം നൽകി. ആരാണ് അള്ളാഹ്? ഈ കഅബന്റെ ആരാധ്യൻ ആരാ? വിശന്നപ്പോ തിന്നാൻ തന്നവനാണവൻ. അപ്പൊ നിങ്ങൾക്ക് വിശപ്പുണ്ടായപ്പോ, നിങ്ങൾ വിശന്നിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആഹാരം തന്നവനാണവൻ. ആ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. വിശന്നപ്പോ തിന്നാൻ തന്നു പറഞ്ഞാൽ, കാർഷിക രാജ്യമില്ലാത്ത മക്കയില് ആഹാര സാധനങ്ങൾക്ക് ഒരു മുട്ടുണ്ടായില്ല ഒരു കാലത്തുനിന്നുള്ള സത്യം. സമീപ പ്രദേശങ്ങളിലെ ഗോത്രങ്ങളിലും മറ്റ് അറബികളും മരുപ്പച്ചകൾ തേടി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയ ചുറ്റുപാടുണ്ടായി. പക്ഷെ മരുപ്പച്ചല്ല മക്കയില്. കഅബന്റെ ചുറ്റടത്തും പുല്ലുമുളക്കല്ല. ഞാൻ പറഞ്ഞു, സംസം കിണർ വരെ കുറെ കാലങ്ങളോളം അവിടെ മണ്ണ് മൂടിക്കിടക്കുകയായിരുന്നു. സംസമിന്റെ വെള്ളം കൂടി കിട്ടിയില്ലായിരുന്നു. എന്നിട്ട് പോലും ഖുറൈശികൾ ആ പ്രദേശം വിട്ടൊന്ന് പോകേണ്ടി വന്നില്ല. അതായത് മറ്ററബികളൊക്കെ ഒരു ബക്കർ ഗോത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് താമസിക്കാവും. അവിടെ മേൽവിലാസം അന്വേഷിച്ച് പോയാൽ കുറച്ചാലം അവിടെ ഉണ്ടാവില്ല. അവിടെ വെള്ളം പറ്റിയ ഒരു വേറെ സ്ഥലത്ത് പോയിണ്ടാവും. ഇതാണ് മറ്റു ഗോത്രങ്ങളെ ഗതി. അതിൽ അപവാദമുള്ള ഇപ്പൊ തായിഫിൽ കുറച്ച് ആൾക്കാർ ശരിക്കും താമസിച്ചിരുന്നു, യമന്റെ ഭാഗത്ത് കുറച്ചുണ്ട്. അങ്ങനെ ഇത്തിരി ഉണ്ട്. പൊതുവെ പറഞ്ഞാൽ അറബികൾ സ്ഥിരം യമനിലും തായിഫിലൊക്കെ നിൽക്കാൻ കാരണം വെള്ളം സ്ഥിരമായി കിട്ടുമായിരുന്നു അവിടെ. അറബിയിൽ അങ്ങനെ സ്ഥിരമായി വെള്ളം കിട്ടുന്ന മക്കയിൽ അങ്ങനത്തെ സംവിധാനമില്ല. എന്നിട്ട് പോലും അവർ പോകേണ്ടി വന്നില്ല. പിന്നെ മറ്റുള്ള പ്രദേശങ്ങളിലെ ആൾക്കാർ പട്ടിണി കിടക്കുമ്പോഴും മക്കാര് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുക ചെയ്തിരുന്നത്. അതാണല്ലോ ഒരു തല്ലൂടിയിരുന്നൊക്കെ. മനുഷ്യൻ പട്ടിണി കിടന്നാൽ തല്ലൂടും. അല്ല യുദ്ധം ചെയ്തിരുന്ന 40 കൊല്ലം 40 അങ്ങനെ ഒരു കണക്കിലൊക്കെ യൗമുവാസൊക്കെ 40 കൊല്ലമൊക്കെയാണ് യുദ്ധം. ഹറമിന്റെ ഉള്ളിൽ നിന്നല്ല അത് പുറത്തൊക്കെ വന്നിട്ട് യുദ്ധം ചെയ്യും. ഇനി നമ്മൾ നിർത്തുക, കുറച്ചക്കാലം കഴിഞ്ഞിട്ട് മതി ഇതൊക്കെ കിടന്നാല് ആയിക്കോട്ടെ നിർത്തുക, രണ്ടുകൂട്ടരും സമ്മതിക്കും. ഇനി എന്നാ തുടങ്ങണേ? നമുക്ക് അടുത്ത മുഹറമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റബീഉൽ അവ്വൽ തുടങ്ങാറ്. ആട്ടെ റബീഉൽ അവ്വൽ പിന്നെയും യുദ്ധം തുടങ്ങും. രണ്ടുകൂട്ടരും കൂടി ആലോചിച്ച് യുദ്ധം തുടങ്ങും. രണ്ടുകൂട്ടരും കൂടി ആലോചിച്ചിട്ട് യുദ്ധം നിർത്തും. എന്നിട്ട് അങ്ങനെ പോവുകയാണ് ആ യുദ്ധം. എന്താ ഏർപ്പാടെന്ന് വെച്ചാൽ ഓൽക്കൊരു ഹരണ്ട്. എന്താണ്, എന്തിനാണ് ഇങ്ങനെ കയ്യും കാലൊക്കെ നന്നാക്കണത്? ഒന്നുമില്ലടാ, നമ്മളെ റബീഉൽ അവ്വൽ ഒരു യുദ്ധം വരാണ്ടല്ലോ. എന്താ ഈ കുന്തൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കണം, റെഡിയാക്കി വെക്കട്ടെ, റബീഉൽ അവ്വൽ ആവശ്യമുണ്ടാവും. ഒരു പ്രതീക്ഷ ജീവിതത്തിന് വേറെന്താ അവർക്ക് പ്രതീക്ഷിക്കാറുള്ളത്? അപ്പൊ അവർക്ക് ആഹാരം തിന്നാൻ ഇഷ്ടം പോലെ കിട്ടിയിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഖുറൈശികളുടെ സ്ഥാനം പരിഗണിച്ചുകൊണ്ട് മറ്റു ഗോത്രങ്ങളിൽ അവർക്ക് കൈയയച്ച് നൽകിയിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഇങ്ങനെ വരാറുള്ള ആളുകൾ അവർക്ക് ഇഷ്ടംപോലെ കൊടുത്തിരുന്നു. അപ്പോൾ സംശയം ഉണ്ടാവും, ഹജ്ജിന് 2-3 മാസമേ ആ മാസം മാത്രമല്ല, കഅബ കാണാനും കഅബന്റെ അരികിൽ വരാനും കാര്യങ്ങൾ തീരുമാനിക്കാനും അവിടുത്തെ ജ്യോത്സ്യന്മാരോട് കണക്ക് നോക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ എന്നും വരലുണ്ട്. കഅബയിൽ ആളൊഴിഞ്ഞ് നേരം ഉണ്ടാവില്ല. അത് ഇപ്പോഴത്തെ കഥയല്ല, മുമ്പും അങ്ങനെ തന്നെ.
അപ്പൊ ആൾക്കാരിങ്ങനെ വരും. പിന്നെ ഇപ്പോഴത്തെ മാതിരി 24 മണിക്കൂറിലല്ലല്ലോ ആൾക്കാർ പുറപ്പെടല്. നേരത്തെ കാലത്ത് പുറപ്പെടണം, പോയിട്ട് വിശ്രമിക്കണം, എന്നാലേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നേരത്തെ വരും. പിന്നെ അവിടെ ചന്തകളും സദസ്സുകളും സാഹിത്യ മത്സരങ്ങളും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഒരു ഉത്സവമാണ് നേരത്തെ തന്നെ. അപ്പൊ അതിനുവേണ്ടി നേരത്തെ കാലത്ത് ആൾക്കാരെത്തും. വന്നവർ ഒന്നും പോകലുമില്ല. അപ്പൊ ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ എത്തി, കച്ചവട യാത്രയിൽ കൂടിയും വിഭവങ്ങൾ തിന്നാളുകളൊക്കെ എത്തി, പഴങ്ങളും ധാന്യങ്ങളും ഇഷ്ടം പോലെ കിട്ടിയ അന്നത്തിന് മുടങ്ങിയില്ലവര്. ഇത് അള്ള ചെയ്തു കൊടുത്ത വല്ലാത്തൊരു സംവിധാനമാണ്. ശരിക്കും അള്ളാന്റെ അനുഗ്രഹം മക്കയിലില്ലെങ്കിൽ ഇന്നും മക്കന്റെ ഗതിയതല്ലെങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മക്കയുടെ പ്രദേശങ്ങളിൽ കൃഷി, ഖത്തറിലൊക്കെ പിന്നെയുണ്ടായിരുന്നു കുറെ പുരോഗതി ആ രംഗത്ത്, കാർഷിക രംഗത്തൊക്കെ അറബ് രാജ്യങ്ങളെ കൂട്ടത്തിൽ. ഇത്ര പുരോഗതി മക്കയുടെ ഭാഗത്തുണ്ടായാലും സാധ്യമല്ല അവിടെ ഒന്നും. അവർ ശ്രമിച്ചിട്ട് പലപ്പോഴും പരാജയപ്പെടുക ചെയ്തെന്നാണ് പറയുന്നത്. അപ്പൊ അതാഴിയില്ല, കാർഷിക രാജ്യമല്ല. പിന്നെ മനുഷ്യന്മാർക്ക് തിന്നണ്ടേ, എങ്ങനെ കിട്ടി? പക്ഷെ ഇതുവരെ മക്കയിലൊരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ച കഥ എന്ന് വെച്ചാൽ അവിടെ അന്നം മുടങ്ങിയ ഒരു കഥ ഉണ്ടായില്ല. ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ സപ്ലൈ തകരാറായ സാഹചര്യത്തിൽ പോലും ഹജ്ജും മുടങ്ങിയിട്ടില്ല, മക്കയിലുള്ള ഭക്ഷണ സാധനത്തിന്റെ വിഷമങ്ങൾ അനുഭവപ്പെട്ടിട്ടില്ല. അതങ്ങനെയാണ് നടന്നു പോയിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു അള്ളാഹുവിന്റെ കുതിർത്ത് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ നടന്നു പോയിട്ടില്ല. നമ്മൾ പറയുന്ന ഒരു അന്ധവിശ്വാസമല്ല, ചരിത്ര സത്യമാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഒരു മഹത്വമായിരുന്നു, ആഹാരം നൽകിയെന്നുള്ളത്. അപ്പൊ മക്കാരെ നിങ്ങൾ ഈ ഒറ്റയും വിളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായി തിന്നാൻ കിട്ടിയിട്ടാണ്. ആ തിന്നാൻ കിട്ടിയത് എന്റെ അനുഗ്രഹമാണ്. മറ്റുള്ള ഗോത്രങ്ങളൊക്കെ വിശന്ന് കിടന്നപ്പോഴും നിങ്ങൾക്ക് തിന്നാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കി തന്നതല്ലേ, എന്നെ ആരാധിക്കണം. തിന്നാൻ തന്നോന് നന്ദി കാണിക്കണം എന്നുള്ളത് ഇപ്പം മനുഷ്യന്മാരോട് വല്ലാതെ പറയണോ? എന്നാ സ്വര അതാണ് അള്ളാന്റെ, അത്ര തന്നെ. അടുത്തത് എന്താ? ആമനഹും, അവർക്ക് അഭയം നൽകി. ആമന അമ്ന് നൽകി, അഭയം നൽകി. മിൻ ഖൗഫിൻ, ഭയത്തിൽ നിന്ന്. അവർക്ക് നന്നാൻ കുറേശികൾക്ക് ഭയന്നപ്പോ അഭയം നൽകുകയും ചെയ്തവൻ അവനാണ്. അള്ളാഹു കുറേശികൾക്ക് ചെയ്തു കൊടുത്ത വേറൊരു അനുഗ്രഹമാണ്. നിങ്ങൾക്കറിയാലോ, കഅബയുടെ ചുറ്റുഭാഗത്തുള്ളൊരു പ്രദേശം ഹറം എന്നാണ് അറിയപ്പെടുന്നത്. ഹറം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽക്കേ അങ്ങനെയാണ്. ആ പ്രദേശത്ത് നിർഭയാണെന്ന് പറഞ്ഞാൽ ആരും ആരെയും ദ്രോഹിക്കാൻ പാടില്ല, തല്ലുകൂടാൻ പാടില്ല, രക്തം ചിന്താൻ പാടില്ല, വീണുപോയ സാധനങ്ങൾ അവർ എടുക്കാറുണ്ടായിരുന്നില്ല, അവിടുത്തെ മരങ്ങൾ പോലും അവർ പിഴുതു കളയാറുണ്ടായിരുന്നില്ല. സുരക്ഷിതമായ സ്ഥലം. അപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഏത് അറബിയുടെ തൊട്ടപ്പുറത്ത് ഹറമിന്റെ അപ്പുറത്ത് കണ്ടാ തല്ലുകൂടും എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഗതി എന്നറിയോ? അവർക്കൊരു കല്യാണത്തിന്റെ ഏർപ്പാടുണ്ടായിരുന്നു. ഒരു അറബി ഓന്റെ പെണ്ണും കൂടി ഇങ്ങനെ കൊട്ടകപ്പുറത്ത് പോകാൻ നിൽക്കുക, ഭാര്യയും കൂടി ഇങ്ങനെ പോകാൻ നിൽക്കുക. എന്നാ പുറത്ത് വെച്ച് ഏതെങ്കിലും ഊക്കനായ ഒരു അറബിയാനെ കണ്ണുപൊട്ടി രണ്ടാളും കൂടി യുദ്ധം ചെയ്ത് വരെ തോൽപ്പിച്ച ആ പെണ്ണിനേറ്റ് ഓനാണ്ട് പോകും. അത് ഹലാലായ ഭാര്യ, പിന്നെ ചോദ്യമില്ല. പിന്നെ അവരാ സ്വന്തം ഒരു ഭാര്യയുടെ ഭർത്താവിന് വേറെ വഴിയിൽ അതവരെ നിയമമാണ്. അതാ സുരക്ഷിതത്തിന്റെ കോലം. മക്കളങ്ങനെ തന്നെ, മക്കളങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരുത്തം പിടിച്ചാണ്ട് കൊണ്ടുപോയി വിറ്റത് തന്നെ അടിമയായി അവൻ. പിന്നെ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ അവൻ അടിമയായി അങ്ങനെ പോയത് തന്നെ, മോൻ പോയത് തന്നെ. ഇതാ നാട്ടുനടപ്പ് അവിടുത്തെ. ആ സന്ദർഭത്തിൽ ഇങ്ങനെ മക്കയുടെ എല്ലാ അറേബ്യയുടെ ചുറ്റുപാടത്ത് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രശ്നം സുരക്ഷിതമല്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോ മക്കാര് സുരക്ഷിതരായ ഒരു പ്രശ്നമില്ല, സമാധാനം. അതിനുള്ളിൽ കടന്നാൽ എല്ലാവർക്കും സമാധാനം. നോക്കൂ നിങ്ങൾ, വല്ലാത്തൊരു സംവിധാനമല്ലത്. ബാക്കി അറേബ്യയുടെ എവിടെ നോക്കിയാലും യുദ്ധം ഏറ്റുമുട്ടില്ല. ഇവർക്ക് തല്ലുകൂടാൻ മുട്ടിയാലും എന്താ ചെയ്യുക? പുറത്തു കൊണ്ടുപോവുക. അങ്ങോട്ട് വാ, എപ്പോഴും ബിറൂർ ഞാൻ അവിടെ കാത്തിക്കാണ. എന്നാ ഇവൻ പോകൂല കഴിയുന്നിടത്തോളം. അറിയാതെ അബദ്ധത്തിൽ ഹറമിന്റെ പുറത്ത് ചാടി കിട്ടിയാൽ മറ്റും പെരുമാറും ചെയ്യും. അത് വരെ കാത്തിക്കും. അല്ലാതെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യില്ല. അപ്പൊ ഹറമിന്റെ ഉള്ളിൽ നമ്മളെന്താളും കൂടി തല്ലുകൂടി ഇങ്ങനെ നടന്നിട്ട് ഹറമിന്റെ ഉള്ളിൽ കിടന്നാ പിന്നെ രോഗിക്കാരെ ഇങ്ങനെ നടക്കുക. ഇവിടുന്ന് ഞാനൊന്നും കാട്ടില്ല, ചവടവാ. ചെറിയ കുട്ടികൾ തല്ലുകൂടിയിട്ട് ഉമ്മാന്റെ പാപ്പാന്റെ അടുത്ത് എത്തിയ കാണുന്ന സ്വഭാവമല്ലേ? ഇവിടെ തല്ലൂടല്ലോ, പിന്നല്ലേ വിളിക്കല്? ആ ഹാരിജൻ സുരക്ഷിതത്വത്തിന്റെ ചിത്രം മാതാപിതാക്കൾ നൽകലതാണല്ലോ, അതേ അവസ്ഥ. അപ്പൊ ആമനഹുമിൻ ഖൗഫ്, ചുറ്റുവട്ടത്തും നിർഭയം ഇങ്ങനെ കളിയാടിയപ്പോ നിങ്ങൾ നിർഭയരായി കഴിഞ്ഞുകൂടി ഒരു പ്രശ്നമില്ലാതായി. വേറെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മക്ക ഒരു കാർഷിക രാജ്യാന്ന് വെക്കുക, എന്നാ മക്കയിൽ ഇങ്ങനെ സുരക്ഷിതത്വം ഉണ്ടാവുമോ? മക്കന്റെ ഉള്ളിൽ പെട്രോൾ ഉണ്ട് നിൽക്കുക, പണ്ട് കാലത്ത് തന്നെ കണ്ടുകിട്ടിയ, എന്നാ സുരക്ഷിതമായി നിൽക്കുമോ? അള്ളാഹ് സ്ഥലത്ത് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് മനുഷ്യന്മാരും തിരിഞ്ഞു നോക്കിയില്ല. എന്റെ ഇന്ത്യയിൽ ഇങ്ങനെ ആൾക്കാരെ ഒന്ന് ആക്രമിക്കാൻ കാരണം ഇന്ത്യയിലെല്ലാം ഉണ്ട്. സുഖസൗകര്യങ്ങൾ, വിഭവങ്ങൾ, കാർഷിക വിഭവങ്ങളുണ്ട്, വ്യാവസായിക വിഭവങ്ങൾ, എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായപ്പോ
ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും വമ്പ് വെച്ചങ്ങനെ നോക്കി എവിടുക്കാ നമ്മൾ പോണ്, അടക്കട സിന്ധ് ഭാഗത്തേക്ക്, അവിടെ കുറെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പലതും ഉണ്ട് എന്നാ പറഞ്ഞത്, ഒക്കെ പിടിച്ചുകൊണ്ടേ നമുക്ക് ഇതാക്കാൻ. ഒരു രാജാവ് ഏതെങ്കിലും കാലത്ത് ഞാൻ പോയി മക്കയിലൊന്ന് പോയി ആക്രമിച്ചാട്ടെ എന്ന് തോന്നിക്കണോ? ഞാൻ എന്തിനാ വെറുതെ അങ്ങോട്ട് പോണത്? പോയിട്ട് എന്താണ് അവിടെ, എന്ത് കിട്ടാനാ? അവിടെ കൈബ വിളിച്ചു വന്നിട്ട് എന്ത് കിട്ടാനാ? അല്ലെ മനുഷ്യന്മാരെ കിട്ടിയിട്ട് എന്ത് കിട്ടാനാ? ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കൂ, നമ്മൾ അള്ളാന്റെ ആ കണക്കൂട്ടിൽ നോക്കി, നിങ്ങൾ അള്ളാന്റെ ആ യുക്തി പിന്നിലുള്ള മക്ക ആ രൂപത്തിലല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആക്രമിക്കാൻ പറഞ്ഞാൽ മക്ക ആളുകളുടെ ഒരു ആക്രമണ കേന്ദ്രമായി മാറും, ഒരു ആകർഷക കേന്ദ്രം ഈ അർത്ഥത്തിലുള്ള. ആരും മക്കനെ ആക്രമിച്ചതായി ചരിത്രമില്ല. ഒരു രാജാവ് ഒരു പടയോട്ടം നടത്തിയായിരുന്നു. കാരണം എന്തിനു പോണവിടുക്കും, വെറുതെ ഒരു അടങ്ങുണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി, ശത്രുക്കൾ ആരും വന്ന് ആക്രമിക്കാതെ സുരക്ഷിതരായി നിന്നു. ഈ യസ്രിബില് യുദ്ധം നടക്കുകയാണല്ലോ, നടന്നോട്ടെ, നമ്മക്കെന്താ, നമുക്കൊന്നുമില്ല. അവിടെ മറ്റേ ഹബസീനയിലെ രാജാവ് യമനിൽ വന്ന് ആക്രമിച്ചിട്ട് അവിടുത്തെ മുശ്രിക്കുകളെ മുഴുവൻ ക്രിസ്ത്യാനി മതത്തിലേക്ക് മാറ്റിയെന്നാണല്ലോ കേൾക്കുന്നത്. മാറ്റിക്കോട്ടെ, നമ്മക്കെന്താ ഒന്നുമില്ല. അവിടെ അസൂനവാസ് എന്ന് പറഞ്ഞ രാജാവ് കിടങ്ങ് കീറിയിട്ട് അവിടെ ക്രിസ്ത്യാനികളായ മനുഷ്യന്മാരൊക്കെ ആ കിടങ്ങിൽ തീയിട്ടിട്ട് ചുട്ടോലോ. യമനിൽ നടന്നതാണല്ലോ, ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ പറഞ്ഞ സംഭവം. അങ്ങനെ കിടങ്ങ് കീറി, അസ്ഹാബുൽ ഉഖ്ദൂദ് കിടങ്ങ് കീറിയിട്ട് മനുഷ്യന്മാരെ ചുട്ടൊക്കെ ചെയ്തോലോ എന്ന് മക്കയെ കേട്ടാല് പ്രശ്നമൊന്നും ഞമ്മക്കില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഈ ജാതി നടക്കണ ഒരു പ്രശ്നവും തല്ലുംപിടിയും പേഴ്സില്ല. റോമ ജയിച്ചോട്ടെ, നമുക്കെന്താ, പേർഷ്യ ജയിച്ചോട്ടെ, നമുക്കെന്താ, നമുക്കതിലൊന്നുമില്ല. ഓല് ജയിക്കുകയെ തോൽക്കെന്തേലാട്ടെ, നമ്മളിവിടെ സുരക്ഷിതരാണ്. ലോകം ഒന്നായിട്ട് കുലുങ്ങുമ്പോഴും മക്കാര് സുരക്ഷിതരാ. അതാ ആമനഹും മിൻ ഖൗഫ്. വേറൊരു നിർഭയത്വം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? സാധാരണ കച്ചവട യാത്രകൾ പോകുമ്പോ എല്ലാവരും സുരക്ഷിതരായിട്ടില്ല പോലെ കൊള്ളക്കാർ എല്ലാ കച്ചവട യാത്രകളെ ആക്രമിക്കാറുണ്ട്. മരുഭൂമിയിലെ കൊള്ളക്കാര് വ്യത്യസ്ത ഗോത്രങ്ങൾ അതിനായിട്ട് തന്നെ മെനക്കെട്ടുന്ന ഗോത്രക്കാരുണ്ടിരുന്നു. ആ ജാതി ഗോത്രക്കാർ ആക്രമിക്കാറുണ്ട്. പക്ഷെ ഖുറൈശികളെ യാത്രാ സംഘത്തെ ഒരു കൊള്ളക്കാരും ആക്രമിക്കാറില്ല. ആരാണ് വരുന്നത്? അത് അബ്ദുൽ മുത്തലിബിന്റെ നിയോഗത്തിൽ വരുന്ന ആൾക്കാരാണ്. പോയിക്കോട്ടെ, ഓല് കഅബ നോക്കുന്ന ആൾക്കാരാണ്. അത് ശരിയാവില്ല, ഓലേറ്റ് കളിക്കണ്ട. അപ്പൊ എല്ലാ ഗോത്രക്കാരും ഈ കച്ചവട യാത്ര നടത്തുമ്പോൾ പേടിച്ചിട്ടാ പോടെ, തടിയിട്ട് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പേടിയോടെ. ആ കൊള്ളക്കാര് വരെ ഖുറൈശികളെ കച്ചവട യാത്ര പോകുമ്പോ ഒത്താശ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ പോയിക്കോളിച്ചോ, ഞങ്ങൾ ഇവിടെയുള്ള കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ പോയിക്കോളി. ആമനഹും മിൻ ഖൗഫ്. മറ്റുള്ള ഗോത്രക്കാർ പേടിച്ചുകൊണ്ട് കച്ചവട നടത്തിയപ്പോ ഇവര് സമാധാനത്തോടെ യാത്ര നടത്തി. അതാണ് അള്ളാഹ് പറഞ്ഞ ആമനഹും മിൻ ഖൗഫ്. നിങ്ങൾ മറ്റവരൊക്കെ പേടിച്ചവർ ഞങ്ങൾക്ക് അഭയം നൽകിയില്ലേ? അപ്പൊ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹം കൂടി എടുത്ത് ചൂണ്ടിച്ചാ പറഞ്ഞത്, ഇത്രയൊക്കെ ചെയ്ത് തന്നാ പോരെ കൂട്ടരങ്ങൾ ഇന്നെ മാത്രം ആരാധിക്കാന്ന് പറയാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിച്ച് ജീവിക്കണം. അവസാനിക്കുന്നു. എന്താണ് സൂറത്തുൽ ഖുറൈശിൽ അള്ളാഹു ചെയ്തതെന്ന് ചോദിച്ചാൽ, ഖുറൈശികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഏതാനും അനുഗ്രഹങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് ഖുറൈശികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്നു ആണ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് അള്ളാഹ് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ? ഒന്ന്, ഈ കച്ചവട യാത്രകൾ അവർക്ക് പരിചിതമാക്കി കൊടുത്തു എന്നുള്ളത്. ചിന്തിക്കാള് വീട്ടുന്നില്ല. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ക്ലാസ് നിന്നിട്ട് പോയിട്ടുണ്ട്. നമുക്കതിൽ ചിന്തിക്കാനുള്ളത്, ഈ സൂറത്ത് അള്ളാഹു അവതരിപ്പിച്ചത് ഒരു ഖുറൈശികളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രം. നമ്മളിപ്പോ ഇങ്ങനെ ഓതി, ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്രയോടെ അവർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതുകൊണ്ട് അവർ ഈ വീടിന്റെ നാഥനെ ആരാധിക്കട്ടെ. അവർക്ക് വിശന്നപ്പോ ആഹാരം നൽകുകയും ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകുകയും ചെയ്ത എന്ന് പറഞ്ഞാൽ, അതിപ്പോ എന്താ ഖുറൈശികളോട് പറഞ്ഞു ഓലെ കാലം കഴിഞ്ഞു, നമുക്കാർക്കും അതിലൊന്നുമില്ല, അങ്ങനാവൂ? നമ്മൾ നേരത്തെ സുഹൃത്തുക്കളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഖുർആൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അള്ളാഹു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നമുക്കതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടാവും. എന്താണ് സൂറത്തുൽ ഖുറൈശ് ഓതിയിട്ട് നമുക്ക് കിട്ടാനുള്ളത്? അല്ലെ നമുക്ക് കിട്ടിയത് എന്താണ് ഇത്രയും കാലം ഓതിയിട്ട്? ഖുറൈശികൾക്ക് ഞാൻ പറയുന്നത്, നമ്മളാരിപ്പോ അതിന്റെ അർത്ഥഭാഷ ഇപ്പൊ കേൾക്കില്ലാതെ എനിക്കറിയാം. നമ്മളെ മനസ്സിലാക്കിയവരാണ്, പഠിച്ചവരാണ്, ഓർമ്മയിലേക്ക് കൊണ്ടുവരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. സൂറത്തുൽ ഖുറൈശിലൂടെ അള്ളാഹു നമ്മളെ ചെയ്യിക്കുന്ന കാര്യം എന്താ? നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? പ്രധാനമായി ഈ ഒരു കാര്യം തന്നെ. ഖുറൈശികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നു. അത് നമുക്ക് പഠിക്കാനുള്ള എന്താ? ഇതുപോലെ എണ്ണി പറഞ്ഞാൽ നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് നാം അള്ളാഹുവിനെ ഒന്ന് ചെയ്യണം. നമ്മൾ മുമ്പൊരു സൂറത്തിൽ ആ വിഷയം പറഞ്ഞു. അത് തന്നെ, അതേ ആശയം തന്നെ. സൂറത്തുൽ നസ്റിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ അതേ ആശയം ഇത് തന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് നാം അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടവരാണ്. എന്താണ് സൂറത്തുൽ ഖുറൈശ് നമുക്ക് നൽകുന്ന പാഠം? അള്ളാഹു ഖുറൈശികൾ എന്ന് പറയുന്നൊരു ഗോത്രത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഇന്ന ഗുണങ്ങൾ ചെയ്തതിന് അവിടെ എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കണം, എനിക്ക് നന്ദി കാണിക്കണം. അത് വായിക്കുന്ന ഖുർആന്റെ അനുയായികൾക്ക് പഠിക്കാനുള്ളത് എന്താ? അള്ളാഹു ഇതുപോലെ നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി ചെയ്ത് ജീവിക്കണം. എന്താണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ? പുറത്തു പോണ്ട, ഇവിടെ തന്നെ യാത്ര, ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്ര, അത് സൗകര്യം ചെയ്തു തന്നത് അള്ളാഹു ചെയ്തൊരു അനുഗ്രഹം എന്നല്ലേ ഇവിടെ പറഞ്ഞത്? അതൊരു വലിയ അനുഗ്രഹമാണ്. നമുക്കും അനുഗ്രഹം ചെയ്തു തന്നു, പ്രത്യേകിച്ച് നമുക്കൊക്കെ അള്ളാഹ് അനുഗ്രഹം ചെയ്തു തന്നു. ജീവിതോപാധി തേടിയിട്ട് പോകാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ ഭാഗ്യമില്ലേ? അള്ളാഹുടെ വലിയ അനുഗ്രഹമാണ്. ഖുറൈശികളുടെ ആഹാരത്തിന് ഖുറൈശികൾ താമസിക്കുന്ന പ്രദേശത്ത് വകയില്ലാതിരുന്നപ്പോ അതിന് യമൻ തയ്യാറാക്കി കൊടുത്ത്, സിറിയ തയ്യാറാക്കി കൊടുത്ത് സജ്ജമാക്കി നിർത്തുകയും അവിടേക്ക് പോകാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്തു എന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായി ഖുറൈശികളോട് എടുത്ത് പറഞ്ഞെങ്കിൽ, നാം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ ജീവിതോപാധിക്ക് ആവശ്യമായ വകകൾ തികയാതെ വരുമ്പോ അത് തേടിപ്പോകാൻ ലോകത്ത് കുറെ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചല്ലോ, അവിടെ പോകാനുള്ള സൗകര്യപ്പെടുത്തി തന്നില്ലേ? അള്ളാഹ് നമുക്ക് ഇത് അനുഗ്രഹമാണ്. നമുക്കല്ല, എക്കാലത്ത് മനുഷ്യന്മാർക്ക് ചെയ്യാനുള്ള അനുഗ്രഹമാണ് രഹില യാത്ര. അതോ അവർക്ക് ശൈത്യകാലത്തെ യാത്രയും വേനൽക്കാലത്തെ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ട് പിടിച്ചാ നമ്മൾ വളരെ വിഷമം കൂടാതെയാണ് ആ യാത്രകൾ രണ്ടും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഗൾഫിലെത്തിയ നമ്മളർത്ഥത്തിലെല്ലാം പറയുന്നത് നമ്മളെ കാലത്തുള്ളവര്. ഇതെവിടെയാ നടക്കാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങട്ടെ ഞാൻ, നമ്മുടെ ഭാഗത്തെ ആളുകൾക്ക് കഷ്ടപ്പാടും പട്ടിണിയും മാത്രമായ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബർമ്മ ഒരു വലിയ വാതിലായി തുറന്നു കിട്ടി. കുറെ മനുഷ്യന്മാരോടൊപ്പം ഒരു ജീവിതം കണ്ടെത്തിയാണ്. ജീവിതം കണ്ടെത്തുക പറഞ്ഞാൽ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരല്ലേ? അതങ്ങനെ ഏതാണ്ട് ആ വാതിലും കൂടി കൊട്ടിയടഞ്ഞപ്പോഴാണ് ശ്രീലങ്ക തുറന്നത്. കുറെ ആൾക്കാർ അവിടേക്ക് പോയി. മലേഷ്യ, മലയ ഒരു വലിയ വാതിലായിരുന്നല്ലേ, അതൊക്കെ അടഞ്ഞിങ്ങനെ മനുഷ്യന്മാർ കേരളത്തിൽ കിടന്ന് വട്ടം കറങ്ങിയിരുന്നു. എവിടുക്കാ തിരിയേണ്ടി പണിയില്ലല്ലോ. അന്നേരാണ് ഗൾഫ് നാടുകളുടെ വാതിൽ തുറക്കപ്പെട്ടത്. അവിടെ മനുഷ്യന്മാര് എത്ര നാട്ടിലുള്ളതിനേക്കാൾ ഏറെ രസകരമായി പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. പുറത്താൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് പോയാൽ എന്താവുന്നതാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന. അതാണ് ഇപ്പൊ അവിടുത്തെ ചിന്ത. അതിനുമാത്രം പുറത്തുനിന്നാ പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ചിന്തിക്കണം, ഞാനും നിങ്ങൾ എത്തിയതല്ല, ഒരു സമൂഹത്തിന് കിട്ടിയ മാറ്റമാണ്. ഇതിന്റെ മാറ്റം എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ടായത് അല്ലല്ലോ. അത് നമ്മുടെ കുടുംബം മെച്ചപ്പെട്ട് കാണും. അതിനേക്കാളൊരു സമൂഹത്തിന് മാറ്റമുണ്ടായി. ഒരു കാറുള്ള മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു മാപ്പിള എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമം തെണ്ടിയാൽ എവിടെയും ഒരുതിനെ കിട്ടുക? അതല്ല ഗതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാളവണ്ടി ആയിരുന്നല്ലേ നമ്മള് വലിയ വാഹനം. വണ്ടികൾ അതാണ് കാര്യപ്പെട്ട മുസ്ലിങ്ങളുടെ കയ്യിലുള്ള വാഹനം തരുന്നത്. അതിലിങ്ങനെ അങ്ങോട്ട് സാധനം കൊണ്ടുപോയി ഇതൊക്കെയാണ് സ്വന്തമായ വാഹനം. പല പ്രദേശങ്ങളിലെ ഗതി അതായിരുന്നില്ലേ? ഒരു നല്ല വീട്, ചോർന്നൊലിക്കാത്ത കല്ലുകൊണ്ട് കെട്ടിയ ഒരു വീട് പലരുടെയും സ്വപ്നമായിരുന്നില്ലേ? അത് പെയിന്റ് അടിച്ച അല്ലെങ്കിൽ ചായം തേച്ച ഭംഗിയാക്കിയ ഒരു വീട് അതൊരു സ്വപ്നമായിരുന്നില്ല. നാട്ടിലെ ജന്മിമാരുടെ അല്ലെങ്കിൽ വളരെ ആദ്യന്മാരായി കഴിയുന്ന ചുരുക്കം ചില മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന മറ്റ് സമൂഹങ്ങളുടെയോ ആയിരുന്നില്ലേ? ആ കഥ മാറിയില്ലേ? ആ രംഗം മാറിയില്ലേ? അത്ര അവസ്ഥ മാറി. എന്താണ് ആ മാറ്റം? അത് എന്തുകൊണ്ടുണ്ടായി? ഈ ആദ്യ യാത്രകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി. അത് ഇവിടെ എണ്ണ കിട്ടിയോണ്ട് നമുക്ക് ഇവിടെ എത്തി. അതും എന്റെ കൂടെ ചിന്തിക്കേണ്ടതാണ്. പോകാൻ ഒരു സ്ഥലമില്ലെങ്കിൽ എവിടുക്കാ പോവുകയാണ്. അപ്പൊ ഓരോന്ന് അടയുമ്പോ വേറൊരു വാതിൽ. ഇനിയിപ്പോ ഇവിടെ അടഞ്ഞാൽ നമ്മൾ ബേജാറാണ്ട, വേറെ എവിടെയെങ്കിലും ഇതേമാതിരി എന്തെങ്കിലും ചാൻസ് തുറക്കും. എവിടെയെങ്കിലും. അത് നമുക്ക് മാത്രമല്ല, ലോകത്തെവിടെയും അങ്ങനെയാണ്. നമ്മൾ മാത്രമാണോ? ഏതെല്ലാം രാജ്യക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിന്റെ പൊതുസ്ഥിതി അതാണ്. ഒരു രാജ്യത്തെ ആഹാര വിഭവങ്ങൾക്ക് കുറവ് വന്നാൽ ആ നാട്ടിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുക. അവർക്ക് ആഹാരം തേടി പോകാൻ പറ്റുന്ന മറ്റു പഴുതുകൾ ഉണ്ടാക്കും. അവിടെ അവർ ആവശ്യക്കാർ നോക്കും. ഇവിടെ ഖത്തറിലെ ജനസംഖ്യ കേരളത്തിലത്തെ മാത്രമേ ആണെങ്കിൽ എവിടുക്കാ വരിക നമ്മള്? അവിടെ ഖത്തറിലെ ജനസംഖ്യ അല്ല നിയന്ത്രിച്ചതിനെ നിർത്തിയ മുമ്പ് എല്ലാം ഖത്തറിലെന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ രാജ്യങ്ങളിലൊക്കെ എണ്ണം കുറച്ചു. എന്നിട്ട് ഇവരെ സമ്പന്നന്മാരാക്കി നിർത്തുകയും നമ്മൾ അവരുടെ താഴെ നിർത്തുകയും ചെയ്തപ്പോ ഇവർക്ക് നമ്മൾ ആവശ്യമായി. മറ്റേ നമ്മുടെ ഇവിടെ അങ്ങനെ വന്നിട്ട് ഞാൻ പണിക്കുന്ന ഞങ്ങളുടെ ഇവിടെ പണിയില്ല നടക്കുകയാണ്. കേരളത്തിക്ക് ഒരാൾ വിസെടുത്ത് വരട്ടെ പണിന്റെ അടിച്ച് അവള് പായിപ്പിക്കൂലോ അല്ലെ? ഈ പെടവാ ഞങ്ങളല്ലേ ഇവിടെ ആകാശത്ത് നിൽക്കുന്നത്. പക്ഷെ എന്ത് വേണം? ഒരാൾക്കവിടെ വരണമെങ്കിൽ അവിടെ പണിക്ക് സാധ്യത ഉണ്ടാവണം, ആവശ്യക്കാരാണ്. ഇവിടെ വാ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിവിടുത്തെ രസകരങ്ങളായ കഥകളില്ലേ?
എനിക്കൊന്നും അറിയില്ല, അറിയണ്ട, എന്നാലും ഇവിടെ വാ, എന്നെ കൊണ്ടുപോയി പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയ സാഹചര്യം നോക്കൂ നിങ്ങൾ. എന്തൊരു സ്വർഗാവലമുന തുറന്നു കിട്ടിയത്, ഒരുപാട് അനുഗ്രഹങ്ങൾ. ഇന്നിപ്പോ കേരളത്തിന്റെ ഗതി അതില്ല. ആളുകള് ശമ്പളം കുറഞ്ഞു, എന്നാലും എന്തെങ്കിലും ഒരു സ്ഥിരമായി കിട്ടുന്ന സംവിധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ വെമ്പൽ കൊള്ളുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എന്നിട്ടും അതാണ് ഹാല്. അപ്പൊ അത് വലിയൊരു അനുഗ്രഹം. എന്തിനാ അത് പറഞ്ഞു തരിക? അള്ളപ്പോ എന്തേ നമുക്കൊരു അനുഗ്രഹം ചെയ്തു എന്ന് തോന്നുമല്ലോ, അള്ള അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹം ഒരു കുടുംബത്തിന്റെ പക്ഷത്ത് മാത്രമാണ്, സമൂഹത്തിന് പൊതുവുണ്ടായി, സമൂഹത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായി, സമൂഹത്തിന്റെ ആരാധന പള്ളികൾ ഉണ്ടാക്കുന്നിടത്ത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നിടത്ത്, പ്രസിദ്ധീകരണ രംഗത്ത്, എവിടെയെല്ലാം അറിയാം സമൂഹത്തിന് ആ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പൊ അത് യാത്രകളുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി, അതിനുള്ള സാഹസികത ഉണ്ടാക്കി. നമ്മള് നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയ രംഗത്ത് അന്ന് ആദ്യ കാലത്ത് ആ ലോഞ്ചിലൊക്കെ കയറിയിട്ട് നീന്തി ഇവിടെ എത്തിയ കുറെ മനുഷ്യന്മാരുണ്ട്. പോലെ ആരെങ്കിലുമൊക്കെ തെരഞ്ഞു കിട്ടുകയാണെങ്കിൽ നമ്മളവർക്ക് നന്ദി പറയണം. കാരണം അവരാണ്, സർക്കാർ തുറന്നു തന്നതല്ലോ ഈ വഴി. ഇത് കുറെ സാഹസികന്മാരായ കുറെ ആളുകൾ മെനക്കെട്ടതാ. അവർ മെനക്കെട്ട് വന്നിട്ട് വിവരം പറഞ്ഞപ്പോഴാണ് എന്നാ ഞാനും പോയി നോക്കാൻ തോന്നിയത്. അതാണ് സത്യം. അപ്പോഴാണ് സർക്കാരൊക്കെ നിയമങ്ങളാണ്. മറ്റതുണ്ട് ഇങ്ങനെ ഒരു നിയമം, ഇങ്ങനെ സംവിധാനം ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ലല്ലോ, ഇങ്ങനെ സംവിധാനമില്ല. പക്ഷെ ആ സാഹസികന്മാരുടെ ആ സാഹസികതയ്ക്ക് മുന്നിൽ നമ്മൾ തലകുനിക്കണം. കാരണം കുറെ എണ്ണം അതിൽ സ്രാവിനൊക്കെ ഇരായിരുന്നു, കുറെ എണ്ണം. എന്നാലും ബാക്കിയുള്ള ഒരു തടിയൊക്കെ ഇവിടുന്നാണ്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ആ സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ പത്രാസൊക്കെ നടന്നപ്പോ എവിടുന്നാണ് എനിക്കിതൊക്കെ കിട്ടിയത്? ആ ഒന്ന് നീന്തണം ഇജിണ്ടോ, ഞാനും പോരാ നീന്തി വെക്കാന്ന് പറഞ്ഞാണല്ലോ. നീന്തിയോ രക്ഷപ്പെട്ടപ്പോ പിന്നെ അങ്ങനെ ലെവലായതാ. ആ സാഹസികത നമ്മൾ നന്ദി പറയണം യഥാർത്ഥത്തിൽ. അപ്പൊ അള്ളാന്റെ അനുഗ്രഹമാണ് ഏത്? ഈ കണ്ടെത്തൽ ലോകത്തെവിടെയും കണ്ടെത്തൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. സാഹസികത പോയോക്ക് നമ്മൾ ഇന്ത്യക്ക് എത്താൻ എന്തെങ്കിലും വഴിവാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ പോയി വേറെ കുറെ രാജ്യങ്ങൾ കണ്ടുപിടിക്കുന്ന സ്വഭാവം ഉണ്ടായത്. അതേമാതിരി തന്നെ സാഹസികത. ആ സാഹസികത ഞാനെന്തിനു പറഞ്ഞാൽ അറിയോ, അവസാനം ഇതിന്റെ കണക്കും വരും വേറെ ഏതെങ്കിലും ജാതിക്കാരെ പേരിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഈ ആളുകളുടെ വഴി ജോലി തേടി പോയതിന്റെ യഥാർത്ഥ പാരമ്പര്യം അല്ലെങ്കിൽ യഥാർത്ഥ മഹാത്മ്യം മുസ്ലിം സമൂഹത്തിന് തന്നെ ഞാൻ പറയട്ടെ അവകാശപ്പെട്ട. ഞാൻ പ്രദേശത്തിന്റെ പേര് പറയുന്നില്ല. ഒരു ചില പ്രദേശങ്ങൾ പ്രത്യേകം മാത്രം പരിമിതമായ ചില ആൾക്കാരിൽ പരിമിതപ്പെട്ടതാണ്. അത് നമ്മൾ സ്മരിക്കാൻ ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോ പറയാമെന്നാലും കുറെ കാലം കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറ്റില്ല വരിക ഓലെ എന്ന് കഴിഞ്ഞു. അത് വേണ്ട. പാസ്കോഡി ഗാമക്ക് വഴി കാണിച്ചു കൊടുത്തവനപ്പോ ഒരു ശ്ലോകം സ്മരിക്കലല്ലോ. പാസ്കോഡി ഗാമക്കാളുടെ വലുപ്പമുണ്ടായത് അത് കാണിച്ചു കൊടുത്ത പേര് ഞാനും മറന്നു കൊടുത്തോനെ. ആ മുസ്ലിം നായിക അല്ല, അയാൾ പറഞ്ഞു കൊടുത്തതേ ഇത് 5 മിനിറ്റ് തുടങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നു. യാത്രക്കാരനാണ് ആസ്കോടി നമുക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കണം. എത്തി കൂടെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞെങ്ങാനോട് പോയാൽ അപ്പുറത്തെത്തി കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കണേ. അത് നോക്കിയിട്ട് ഇങ്ങനെ പോരുക മാത്രം ആസ്കോടികമായത്. പക്ഷെ പറഞ്ഞു കൊടുത്തവൻ ചരിത്രത്തിൽ അപ്രശസ്തനായി. ഇവനത്വത്തല്ല, ഇവനത്വത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ടുള്ളൂ. ഇവരൊക്കെ പിൽക്കാലത്തല്ലേ, അതാണ് സത്യം. അപ്പൊ നമുക്ക് ഓർമ്മയില്ല, നമ്മൾ കുറ്റക്കാരാണ് ഇപ്പൊ സത്യത്തില്. നമുക്ക് ഓർമ്മയില്ല. നമ്മളൊക്കെ പഠിപ്പിച്ച വാസ്കോടികം പഠിച്ചു മഹാൻ തന്നെ എന്നാണ്. ആ പറഞ്ഞെടുത്തോ മറന്നുപോയി. അതേമാതിരി വരും. അതിരിക്കട്ടെ, നമ്മൾ വിഷയമല്ലല്ലോ. അപ്പോ ഒന്ന് ഈ വഴികൾ കണ്ടെത്താനുള്ള ഈ യാത്രക്കുള്ള വഴി കണ്ടെത്തി എന്നുള്ള അത് ചെയ്ത അനുഗ്രഹമാണ്. പിന്നൊന്നെന്താ അറിയോ, ഈ വീട് ഒരു അനുഗ്രഹമാണ്. നിങ്ങളെ ചിന്തിച്ചില്ലേ, ലോകത്ത് ആർക്കാണ് ഇങ്ങനത്തെ ഒരു വീടും അവിടെ ഇങ്ങനെ ഒരു നിരന്തരമായ ആരാധനാകർമ്മങ്ങളും തവാഫും നടക്കുന്ന ഒരു വീടും വർഷത്തിലൊരിക്കൽ ഹജ്ജും നടക്കുന്ന ഒരു സാഹചര്യം എവിടെയുള്ളത്? ഏത് സമൂഹത്തിനാണുള്ളത്? നമ്മൾ നമ്മളെപ്പറ്റി മോശം വിചാരിക്കല്ലേ? വലിയ സമുദായമുള്ള ക്രിസ്ത്യാനികൾ ഓർക്ക് ഇങ്ങനെ സ്ഥലം പറയണ്ടോ? ജൂതന്മാർക്ക് ഇങ്ങനെ സ്ഥലം പറയണ്ടോ? ഹിന്ദുക്കൾക്ക് ഇങ്ങനെ സ്ഥലം പറയണ്ടോ? നമ്മുടെ നാട്ടിലെ ശബരിമലയിൽ 4 ഹിന്ദുക്കൾ കൂടുണ്ടോ? എന്ത് പ്രോപ്പഗണ്ടയെന്നറിയ സർക്കാർ മറ്റൊരു നൽകുന്നത്. അവിടെ എല്ലാം കത്തിത്തിളങ്ങാണ് സഹോദരൻ എന്നാണ്. എന്ത് ആകെ 4 ആൾക്കാരും. ഇതാണ് ഗതി. പക്ഷെ ലോകത്തെവിടെ എല്ലാവരും കൂടി തിരിഞ്ഞു നോക്കുന്ന, എല്ലാവരും കൂടി നോക്കുന്നതിന്റെ പ്രാധാന്യം ലോകത്തുള്ള ഏത് സമയത്തും കുറെ മനുഷ്യന്മാർ അവിടേക്ക് ഇരിഞ്ഞിക്കൊണ്ടുവരുണ്ടാവുമല്ലോ. കാരണം ലോകത്ത് ഓരോ സമയത്താണ് നിസ്കാരത്തിന് നേരം. ഒരു പള്ളി, ഒരു സ്ഥലം ലോകത്തുനിന്ന് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ കിഴക്കോട്ടായിരുന്നിക്കലേ, ജൂതന്മാർ മൈത്രമോസിനേക്കാൾ അവർക്ക് 5 നേരത്തെ നിസ്കാരോട്ടില്ലേനും. ഏത് നേരത്തും ഒരു ലോകം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ലോകത്ത് ഇങ്ങനെ നോക്കിയാല് ലോകത്തിന്റെ ഓരോ ചില കൂടുന്ന കുറെ ആൾക്കാർ ഇങ്ങനെ അതിന്റെ നേരെ തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന കാണാം. കുറെ മനുഷ്യന്മാർ. അത് നിങ്ങൾ നിർത്തിയ വേറൊരു കൂട്ടർ വേറെ നിർത്തർ അങ്ങനെ നിൽക്കും. അതേ സമയത്ത് അവിടെ നിരന്തരമായി പ്രാർത്ഥന നടക്കുന്നു, അവിടെ തവാഫ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രദേശമാകെ നിർഭയത്വമാണ്. അവിടെ വർഷത്തിലെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ആരാധനാവ് നടത്തുന്നു. അഭിമാനിക്കാൻ ആർത്ത് സമൂഹത്തിന് മുന്നിൽ ഒച്ചട്ട് പറയാൻ മാത്രം അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹാദൽ ബൈത്ത്. അങ്ങനത്തെ വേറൊന്നുമില്ല.
വേറൊരു സമൂഹത്തിനുമില്ല. അള്ള ചെയ്തൊരു വലിയ അനുഗ്രഹം. അഭിമാനത്തോടെ പറയാം നമുക്ക്, അള്ള നമുക്ക് ചെയ്തൊരു അനുഗ്രഹമാണ്. നമ്മളതിനെപ്പറ്റി ചിന്തിക്കല്ല. എടാ നിങ്ങൾക്ക് ആർക്കും അങ്ങനത്തെ ഒരു സൗഭാഗ്യം പറയല്ല. ഞങ്ങളെല്ലാവരും കൂടി നിൽക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കാനുള്ള സംവിധാനമല്ല. എന്ത് ഇവിടെ ആകെ 1000 ആൾക്കാർക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ശബരിമലയും ഹജ്ജും എവിടെ കിടക്കുന്നു? എവിടെ കിടക്കണത് രണ്ടും? അത് ഹജ്ജിന് പോയവർക്കറിയാം ഇതിന്റെ ആത്മീയമായ ചൈതന്യം എന്താണ്, കൊണ്ടിരുന്ന ഉൾപ്പുളകം എന്താണ്, പിന്നെ സന്തോഷം എന്താന്നുള്ളത്. അപ്പൊ അത് രണ്ടാണ്. ഹാദൽ ബൈത്ത്, ആ കഅബ, അള്ള നമുക്ക് ഒന്നായിട്ട് സമൂഹത്തിൽ ഒന്നായിട്ട് വലിയ അനുഗ്രഹം തന്നെയാണ്. അത് അനുഗ്രഹം നിലനിൽക്കും വേണം ആണ് ഹാല്. പിന്നെന്താണ്, വിശന്നപ്പോ തിന്നാൻ തന്നു, അത് അള്ള ചെയ്താണ്. അത് ഓരോ വ്യക്തികൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. വല്ലാതെ പട്ടിണി കിടന്ന് അടങ്ങാറായെന്നൊക്കെ തോന്നിയപ്പോഴും അള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. വിശപ്പ് നമ്മൾ അനുഭവിച്ചിട്ടില്ല പലപ്പോഴും. ലോകത്തിന്റെ പല ഭാഗത്തും വിശപ്പ് അനുഭവിച്ചു. എത്യോപ്യയിലെ ജനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. വർഷങ്ങളോളം മഴ പെയ്യാഞ്ഞിട്ട് മനുഷ്യന്മാരിങ്ങനെ TV ചിത്രമൊക്കെ കണ്ട ഓർമ്മയില്ല ഞങ്ങൾക്ക്? ഇങ്ങനെ മനുഷ്യന്മാരിങ്ങനെ നടന്നു പോകുന്ന ചിത്രം കാണിച്ചിരുന്നവർ. ഇങ്ങനെ തല മാത്രം, ഈ മനുഷ്യന്റെ തല എത്ര മെലിഞ്ഞാലും തല മെലിയില്ലാന്ന് തോന്നുന്നുണ്ട്. തല ഇങ്ങനെ അത് വലുപ്പത്തിലെടുക്കും. എന്നിട്ട് ബാക്കി എല്ലിങ്ങനെ മുള്ളു മാതിരി ഇങ്ങനെ എല്ലൊക്കെ ഇങ്ങനെ കാണും മനുഷ്യന്റെ കോലോ. വലിയ മനുഷ്യന്മാരിൽ നിന്ന്. എന്നിട്ട് ഒരു പാത്രം ഒരു ഭാണ്ടൊക്കെ എടുക്കാൻ അവർക്ക് നിർത്തില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കാൻ മരുഭൂമി കൂടെ ഇങ്ങനെ പോണതിന്റെ ഇടയിൽ ഒരാൾ 2 ആളൊക്കെ മറിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ നോക്കും, ഓ മേണില്ലേ, അങ്ങനെ പോകും. ബാക്കിയുള്ളവർ അങ്ങനെ പോകും. അല്ലാത്തൊരു TV സീരിയൽ നമ്മള് പിന്നെ എന്റെ ദൂരദർശനം ഇട്ടിരുന്നു ആ ഫിലിം പല സന്ദർഭങ്ങളിലും, ന്യൂസിന്റെ കൂട്ടത്തിലും ഫീച്ചറായിട്ടും. അത് കണ്ടു നിൽക്കുമ്പോ വല്ലാത്തൊരിതാണ്ടായത്. എത്യോപ്യ മുസ്ലിങ്ങളുടെ ഒരു കാലത്ത് ഹിജറ പോയ പ്രദേശമാണ്. പക്ഷെ സംഭവിച്ചതാണ്, മഴ പെയ്യില്ല പോലും പോണ യാത്ര ഉണ്ട്. അപ്പൊ ആ സ്വന്തക്കാര് വാപ്പ അങ്ങനെ കണ്ട് പോകുമ്പോ മക്കളെല്ലാം കൂടി അങ്ങനെ കൂളായിട്ട് പോകുന്നത്. പട്ടിണി ലോകത്തെവിടെയല്ല, നമ്മളത് അനുഭവിച്ചിട്ടില്ല. നമ്മളൊക്കെ ഒന്ന് പറയും പട്ടിണി കിടന്ന ദിവസം ഏതാ? നോമ്പ് വെച്ചിട്ട് നമ്മൾ പട്ടിണി കിടന്നുണ്ടാവും. അതിന് രാത്രി എല്ലാം തിന്നിട്ടുണ്ട്. വിശപ്പ് എന്താണെന്നറിയാവുന്ന പടച്ചവനാണ് ഇല്ലട്ടോ. നമ്മളെ വാപ്പാരനുഭവിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഞാൻ നീട്ടുന്നില്ല. നമ്മളെ പിതാക്കന്മാരും ഉമ്മമാരും അനുഭവിച്ച കഷ്ടപ്പാടുണ്ടല്ലോ, നമ്മൾ അനുഭവിച്ചില്ല. നമ്മളെ പോറ്റാൻ ഉമ്മാരൊക്കെ പറയുന്നൊരു കഥ, മുണ്ടുമുറുക്കി എടുത്തിട്ട് ഞാൻ അവിടെ പോയി ജോലി ചെയ്ത് ഇവിടെ പോയി ജോലി ചെയ്തിട്ട് ഞങ്ങളൊക്കെ പോറ്റിയത് എന്ന് നമ്മളെ ഉമ്മമാർ പലരും പറയാറൊരു സന്ദർഭമുണ്ട്. അത് നമ്മളെ ഭാര്യമാർ ഇപ്പൊ നമ്മളെ മക്കളെ പോറ്റാൻ അനുഭവിക്കുന്നില്ല. അതമോ മിഞ്ചോ അള്ള തന്നാണ് നന്ദി കാണിക്കണതിന്. അതമോ മിഞ്ചോ ആമനഹും മിൻ ഖൗഫ്. അല്ല മറ്റൊരു അനുഗ്രഹം എന്താ പറയുക? അള്ളാന്റെ അനുഗ്രഹം നിർഭയത്വം നൽകിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു സന്ദർഭമുണ്ടല്ലോ, അള്ള അനുഗ്രഹം നൽകിയൊന്ന് കൂട്ടരെ മലർന്നൊന്ന് കിടക്കാൻ സൗകര്യം തന്നാ അത് അള്ളാന്റെ അനുഗ്രഹം എന്നാ. ആരെയും പേടിക്കാതെ ഒന്ന് നീണ്ടിരുന്ന് കിടക്കാൻ കഴിഞ്ഞാലേ അതൊരു വലിയ അനുഗ്രഹം എന്നാ. നമ്മൾ നിർഭയത്തിലാണ് ഇതുവരെ കഴിഞ്ഞുകൂടിയത്. ഇനി ഇപ്പോഴും അത് തന്നെയാണുള്ളത്. പേടില്ല. അതാ വരുന്നത് ബോംബർ വിമാനാണല്ലോ, എവിടേക്കാണ് പോവുക? കഴിഞ്ഞ ബോംബിൽ എല്ലാവരും കൂടി പോയി. ഇനിയിപ്പോ എന്റെ പേരെയാണോ അറിയില്ല, അങ്ങനത്തെ രംഗം ഉണ്ടായില്ല. വീഴും എന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹ് തട്ടിത്തെറിപ്പിച്ചിരുന്നു. കാരണം ശ്രീലങ്ക ഇന്ത്യ പ്രശ്നത്തില് ഒരു രാത്രി അങ്ങനെയൊക്കെ കഴിഞ്ഞ് 1-2 രാത്രികൾ അങ്ങനെ കഴിഞ്ഞു പോയിന്. അവര് പറഞ്ഞിരുന്നു ഗ്രൂപ്പ്, ഞങ്ങള് കോഴിക്കോടും തിരുവനന്തപുരത്തും ഞങ്ങൾ ബോംബ് എറിയും, ബോംബ് വർഷിക്കും എന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. സന്നിഗ്ധ ഘട്ടമുണ്ടായിരുന്നു. ഒന്നും ചെയ്യാനില്ല. കൊച്ചിയിലത് വീണിട്ട് പോലും വന്ന് പൊട്ടിയില്ല. ശരിക്കും കൊച്ചിക്കാരാ ശരിക്കും അള്ളാഹിനോട് നന്ദി പറയുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണല്ലോ ഓർമ്മ അല്ലെ? 65 കൊച്ചിയിൽ ബോംബ് വീണിട്ട് അത് പൊട്ടിത്തെറിച്ചില്ല. അവിടെ അങ്ങനെ ചളിയിൽ പോവുക ചെയ്തത്. അപ്പോ അള്ളാഹിന്റെ അനുഗ്രഹം നിർഭയത്വം സമാധാനമാണ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. സമാധാനം അയച്ച് ആരും ഇങ്ങോട്ട് മേക്കെട്ട് എടുക്കാതെ പട്ടിണിയാണെങ്കിൽ പട്ടിണിയിൽ ചുരുണ്ടുകൂടി പായെ കിടക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കിട്ടല. നിങ്ങൾക്ക് ആ ഫലസ്തീനിലെ ആ കുട്ടികളുടെ ജെറുസലേം ഇവിടുത്തെ ബൈറൂത്തിലെ ഫോട്ടോകൾ നിങ്ങൾക്ക് ഓർമ്മയില്ല? ആ കുട്ടികളെ എടുത്ത് കളിക്കണേ, ആ കുട്ടികൾ കരയുന്നൊക്കെ ഉമ്മാന്റെ മയ്യത്തിന്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഉമ്മ ഇതിരെ പാല് നിന്നിരുന്ന ഉമ്മ മരിച്ചിട്ട് നിഷ്കളങ്കരായി കുട്ടികളെ ബാക്കിയാക്കുക അല്ല. അവരൊക്കെ ബാക്കിയായിട്ട് ആ പൊളിഞ്ഞ വീട്ടിന്റെ കല്ലിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ഉരുണ്ട് മുട്ടുകുത്തുന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ഉരുണ്ട് വന്ന് ഉമ്മാനൊക്കെ ഒന്ന് ഇങ്ങനെ തൊട്ടുനോക്കി അങ്ങോട്ട് പോയി വാപ്പാനും തൊട്ടേക്ക് ഓലകാരും ജീവല്ല ഇങ്ങനെ വരുന്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചതൊന്നും പത്രങ്ങൾ പോയി നോക്കൂ. എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ രണ്ടാമത് അവര് സമാധാനത്തിലേക്ക് വരുന്നു. പക്ഷെ പോയവര് പോയില്ലേ, നമുക്കത് അനുഭവപ്പെട്ടില്ല. അതാണ് മറ്റൊന്ന്. അപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് ഇത്. അവർക്ക് നന്ദി ചെയ്യുന്നുണ്ടോ നമ്മളിന്ന് ചിന്തിക്കുക. അതാണ് ഇപ്പൊ ഇവിടെ പറയാനുള്ളത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഖുറൈശികൾ എന്ന് പ്രത്യേകം വിളിച്ചല്ലോ, അതുപോലെ നാട്ടിലെ ഖുറൈശികൾ എന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ച, എന്നുവെച്ചാൽ പ്രത്യേകം അനുഗ്രഹത്തിന് ഒരു കാര്യപ്പെട്ടവരെന്ന് നാട്ടിൽ പറയാൻ പറ്റുന്ന പല ഗോത്രങ്ങളില്ല, പല കുടുംബങ്ങളില്ല നാട്ടില്. ആ ജാതി കുടുംബങ്ങളിൽ പറഞ്ഞ ആൾക്കാരില്ലേ, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അള്ളാന്റെ അനുഗ്രഹത്തിന് കുറച്ചുകൂടി നന്ദി പറയണം. കാരണം അള്ളാന്റെ ശൈലി നോക്കൂ. നിങ്ങൾ ഖുറൈശികളെ പ്രത്യേകം വിളിച്ചിട്ടാ പറഞ്ഞത്. നാട്ടില്
നാട്ടിലുണ്ടല്ലോ ഒരു നിലവാരമുള്ള കുടുംബം, അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ടവരെന്ന് പറയാവുന്ന ഒരു കുടുംബത്തിൽ, അത് അള്ളാന്റെ അനുഗ്രഹമാണ്. അവർ അള്ളാന്റെ അനുഗ്രഹം തന്നെയാണ്. അത് പിറന്നെന്ന് പറഞ്ഞാൽ അള്ളാന്റെ അനുഗ്രഹം. പഠിച്ചവൻ എന്നെ ഈ കൊലത്തിലാക്കിയല്ലോ എന്നുള്ളത്. അതിന്റെ അർത്ഥം അവരെ മാത്രമല്ല, അവർ ആ അർത്ഥത്തിൽ കൂടി ചിന്തിക്കേണ്ടതുണ്ട്, ആ ആശയത്തിനെ പറ്റിയും ആ അർത്ഥത്തിനെ പറ്റിയും. ഇനി പിന്നെ ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഇതുപോലെയുള്ള ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവരാണ് നമ്മൾ. അവിടെ ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ ഒരു വാക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഈ ഫലങ്ങൾ മക്കൾക്കുണ്ടായത് എന്തുകൊണ്ടാണ്? ഖുർആൻ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പ്രാർത്ഥനയാണ്. ഒരു മഹാമനുഷ്യന്റെ, ഒരു ത്യാഗിയുടെ ജീവിതത്തിലൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രദേശമാകെ ഈ രൂപത്തിൽ ലോകാവസാനം വരെ നിലനിൽക്കാൻ കാരണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. സ്വന്തം ഭാര്യനെയും കുട്ടിനെയും അവിടെ കൊണ്ടയാക്കി തിരിച്ചു പോരുമ്പോ റബ്ബിജൽ ഹാദൽ ബലദ ആമിനൻ വജനുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം, പടച്ചവനെ പേടില്ലാതെ ഇവിടെ അവർക്ക് ജീവിക്കാൻ സാധിക്കണം. ഞാനും എന്റെ മക്കളും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരായി മാറരുതേ, ഞാൻ പോവുക എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. അതാണല്ലോ ഈ പ്രദേശം ഹറമായി നിലനിൽക്കാൻ കാരണം എന്നാ ഖുർആൻ പറഞ്ഞ ഒരിടത്തല്ല പലയിടത്തും. അടച്ചോൻ പറഞ്ഞു ഈ എന്റെ പെണ്ണിനെയും കുട്ടിനെയും അവിടെ കൊണ്ടാക്കിക്കാൾ, എന്നിട്ട് ഞാനോ ഈ പൊയ്ക്കോന്ന്, കുട്ടിയും ഒറ്റക്കോ പോരാൻ നേരത്ത് ഇങ്ങനെ നോക്കിയിട്ടൊരു പ്രാർത്ഥന ഉണ്ട്. മോനെ കണ്ടുപോരുന്ന നേരത്ത് രണ്ടാമത്തെ സന്ദർഭത്തിലാണെന്നാണ് തഫ്സീറുകൾ പറയുന്നത്. ഈ നിർഭയത്വത്തിന്റെ പ്രാർത്ഥന ആദ്യ സന്ദർഭത്തിൽ ഇതുകൂടി പ്രാർത്ഥിച്ചു, പടച്ചവനെ നിന്റെ ഈ വീട്ടിനരികിൽ, ഈ കഅബാലയത്തിനരികിൽ, പിന്നെ യാതൊരു കൃഷിയുമില്ലാത്ത ഈ താഴ്വരയിൽ എന്റെ കുടുംബത്തിനെ കൊണ്ട് പാർപ്പിച്ചിട്ട് പോവുകയാണ് ഞാൻ. ഇനി അസ്കന്തു മിൻ ദുരിയത്തി, എന്റെ കുടുംബത്തെ ഞാൻ ഇതാ താമസിപ്പിക്കുന്നു വിവാദിൻ, ഒരു താഴ്വരയിൽ ഒരു സീസറിൻ കൃഷിയില്ലാത്ത. ഫജൽ അഫ്ഇദത മിനൻ നാസി തഹ്ദീലയും, ആർക്കെങ്കിലും ഇവരോടൊരു താല്പര്യം തോന്നിക്കണേ ചെയ്യുന്നു. ഇവര് രണ്ടാളും മാത്രമാവരുത്, ഇവിടെ ഏതെങ്കിലും ഗോത്രക്കാർ ഇവിടെ വന്ന് താമസിക്കൊണ്ട് സ്വഭാവം ഉണ്ടാക്കണേ പടച്ചവനെ. വർസുഖും മിന തമറാത്ത്, കായകൾ തിന്നാൻ കൊടുക്കുകയും വേണേ, ഫലങ്ങൾ തിന്നാൻ കൊടുക്കുകയും വേണേ. ലാലം യഷ്കുറൂൻ, അവർ നന്ദി കാണിച്ച് ജീവിച്ചോളും. ഒന്നുമില്ലല്ലോ, ഹാജറെ അവിടെ ആക്കി ഇസ്മായിലിനെ അവിടെ ആക്കി പോരുമ്പോ ആരുമില്ല. പക്ഷെ ആ വെള്ളം കണ്ടിട്ട് വേറെ ഗോത്രക്കാർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളും ഇവിടെ ഈ വെള്ളത്തിന്റെ ആളാരാ? ഞാനാ, എന്റേതാ വെള്ളം, ഞങ്ങളിവിടെ പാർത്തോട്ടെ, ഇങ്ങോട്ട് വന്ന് ചോദിക്കാം. ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു, പേടില്ലാതെക്കാനാണ് ഹാജറിന്റെ ആയാല്. അപ്പൊ ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളിവിടെ പാർത്തോട്ടെ, താമസിച്ചോളൂ. ശരി, ഒരു ജനപദം താമസം, ഒരു പ്രദേശത്ത് മനുഷ്യവാസം ആരംഭിക്കുകയാണ് അവിടെ. അതങ്ങനെ ആരംഭിക്കുന്ന നേരത്തെ ഒരു മനുഷ്യന്റെ ഒരു പ്രാർത്ഥന, അള്ളാന്റെ ഖലീലാണ്, ഞാൻ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അതിന്റെ പ്രാർത്ഥനന്റെ ഫലം നോക്കി നിങ്ങൾ ഇസ്മായിൽ മരിച്ചിട്ടും ഹാജറ മരിച്ചിട്ടും നിലനിൽക്കാതെ മറക്കാതെ അങ്ങനെ പോരുക. ആഹാരം അവിടെ ഇപ്പോഴും അങ്ങനെ തന്നെ ആമിനൻ തന്നെ. വിഗ്രഹാരാധനകളുള്ള സാഹചര്യങ്ങളുള്ളത് നീക്കം ചെയ്യപ്പെട്ട് അതില്ലാത്തൊരു ചുറ്റുപാടിലേക്കാക്കി മാറ്റിക്കൊടുത്തു. ആഹാര സാധനങ്ങൾക്ക് മുട്ടില്ലാതെ അങ്ങനെ വരികയും ചെയ്യുന്നു. ശരിക്ക് ഖുറൈശികൾ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കടപ്പെട്ടിരിക്കുന്നു ഈ കാര്യത്തിൽ. ഇതിനാണ് സത്യം. അപ്പൊ അള്ളാഹു ഈ സൂറത്തിന്റെ പശ്ചാത്തലം നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന കൂടി നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞതാണ്. എന്താ നമുക്ക് പഠിക്കാനുള്ളത് അറിയോ? ഒരു മനുഷ്യന്റെ പ്രാർത്ഥന ചിലപ്പോൾ അള്ളാഹു കൊണ്ട് സ്വീകരിച്ചാൽ അതിന്റെ പ്രയോജനം ആ നാട്ടുകാർക്ക് ഒരു കൊല്ലം മാത്രം നാട് ചിലപ്പോൾ തുടർച്ചയായി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ആ പ്രാർത്ഥനന്റെ ഫലം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനന്റെ ഫലം വെറും ഇബ്രാഹിം നബി വിചാരിച്ച ആ കുറച്ച് ആൾക്കാർക്ക് അങ്ങനെ തുടരില്ല നൂറ്റാണ്ടുകളായിട്ട് ഇഞ്ചും നിലനിൽക്കാതെ അങ്ങനെ ഉണ്ടായിന്ന് വരാൻ നമ്മളിപ്പോ ഖുർആനാ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖുറൈശിലെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഖുറൈശികൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത ഏതാനും അനുഗ്രഹങ്ങൾ എടുത്ത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഖുറൈശികളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെന്ന് ചോദിച്ചാൽ, യാത്രകൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, ഈ കഅബാലയത്തിന്റെ സംരക്ഷകന്മാരാക്കി കൊടുത്തു, അവർക്ക് ഹറം നിശ്ചയിച്ചു കൊടുത്തു, നിർഭയത്വം നൽകി, അവർക്ക് ആഹാരം നൽകി എന്നതൊക്കെയാണ് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ. നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ ഈ പറഞ്ഞവയൊക്കെ നമുക്കും യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളാണ്, ഖുറൈശികൾക്ക് മാത്രമല്ല. ഖുറൈശികളോട് അള്ളാഹ് പറഞ്ഞ മാതിരി നമ്മളെ വിളിച്ച് പറയുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കാം. മനുഷ്യരെ, കൂട്ടരെ, നിങ്ങൾക്കൊക്കെ ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളിൽ നിന്ന് ജീവിക്കുക. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആശയം സാരൊന്നുകൂടി പറയാം. ഖുറൈശികൾക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ
പരിചയപ്പെടുത്തി കൊടുത്തതിനാൽ ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും യാത്രയോട് അവർക്ക് ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ ഈ വീടിന്റെ നാഥനെ അവർ ആരാധിക്കണം. വിശന്നപ്പോൾ അവർക്ക് ആഹാരം നൽകുകയും ഭയമുണ്ടായപ്പോൾ അവർക്ക് നിർഭയത്വവും നൽകിയ നാഥനെ അവർ ആരാധിക്കണം. ഇതാണ് ആശയം. നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ളത് ഈ പറഞ്ഞു തന്നെയാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന കാര്യത്തിൽ പറയുന്നത് ഞാനും നമ്മളുമൊക്കെ മോശക്കാരാന്നുള്ളത് സത്യമാണ്, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഏതായിരുന്നാലും ശരി, നമ്മൾ മറ്റു പലരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൂടാ. എന്നാലും പറയട്ടെ, അവൻ പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യം കാണിക്കുന്നുണ്ടല്ലോ. അള്ളാഹു ആ താല്പര്യം നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നമുക്ക് പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ നിലവിലുള്ള സമാധാനത്തിന്റെ അന്തരീക്ഷവും ഇപ്പോൾ നിലവിലുള്ള ആഹാരത്തിന് മുട്ടില്ലാത്ത സാഹചര്യവും പടച്ച തമ്പുരാനിൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണമേ തമ്പുരാനെ. ഇന്ത്യയിലെയും കേരളത്തിലെയും മാത്രമല്ല ലോകത്തെവിടെയുമുള്ള മുസ്ലിങ്ങൾക്ക് ഈ സമാധാനത്തിന്റെ സാഹചര്യം നീ സ്വാഭാവികമായി നിലനിർത്തി കൊടുക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.